പരിശുദ്ധമായ നാമം വീണ്ടും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാവിലെ സമയം കർത്താവിന്റെ പാദപീഠത്തിലായിരുന്ന ദൈവത്തിന്റെ വചനം ശ്രവിപ്പാൻ ദൈവമായ കർത്താവ് കൃപ നമുക്ക് നൽകി തന്നു. കഴിഞ്ഞ രാത്രി നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നത് യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ സിയോൻ പർവ്വതം പോലെയാകും. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവമക്കളെ കുലുക്കുവാൻ സ്തോത്രം. അവരുടെ മനസ്സിനെ ഇടിച്ചു കളവാൻ ശത്രു പല കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമെങ്കിലും സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിനെ കുലുക്കുവാൻ ലോകത്തിലെ ആർക്കും കഴിയും. കാരണം നാം ആശ്രയിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ്. സ്തോത്രം. ദൈവത്തിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിനെ കുലുക്കത്തക്ക സാഹചര്യങ്ങൾ വന്നാലും ഞാൻ പറയാൻ തക്ക സമയത്ത് ദൈവം ഇറങ്ങി വന്ന് നമ്മെ അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ നിന്നെ എന്ത് ചെയ്യില്ല, ജയപ്പെഴും ദൈവമക്കൾക്കാ ഉള്ളത്. സ്തോത്രം. ശത്രു യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരും, ശത്രു വീഴിക്കുവാനായിട്ട് കടന്നു വരും, മനസ്സിനെ ഇടിക്കത്തക്ക സാഹചര്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ ഞാൻ പറയാ ഒടുവിൽ ജയം നമുക്കാണ് ദൈവം. അതുകൊണ്ട് നാം സേവിക്കുന്ന ജയാളിയായ ദൈവം. രാവിലെ ഞാൻ ഓർപ്പിച്ചത് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടണം, നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടണം, നമ്മുടെ സഭയിൽ വെളിപ്പെടണം. ഞാൻ പറയാം, ഈ 21 ദിവസം ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. ഇതിന്റെ വിഷയത്തിൽ ദൈവം മറുപടി തന്നു എന്ന് നമുക്ക് കേൾക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ കുടുംബത്തിൽ അത് വെളിപ്പെടും, നമ്മുടെ സഭയിൽ അത് വെളിപ്പെടും. നാം ദൈവത്തിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഒരു മനസ്സോടെ ആയിരിക്കുകയാണെങ്കിൽ, നാം വരുത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മെക്കൊണ്ട് വലിയ കാര്യം ചെയ്യിപ്പിക്കാനായിട്ട് ദൈവപ്രവൃത്തി നമ്മുടെ മധ്യേ വെളിപ്പെടുമ്പോൾ അതിന്റെ മഹത്വം എല്ലാം നാം ദൈവത്തിന് കൊടുക്കണം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും സ്തുതി വിഗ്രഹങ്ങൾക്ക് എന്ത് ചെയ്യില്ല, എല്ലാ മഹത്വത്തിനും യോഗ്യൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് രോഗസൗഖ്യം നൽകിയാൽ, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയാൽ, നമ്മുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിച്ചാൽ, അതിന് മുഴുവൻ മഹത്വം ദൈവത്തിന് കൊടുത്താൽ വീണ്ടും വീണ്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ. ഒരിക്കലും ഇല്ലായ്മകളെ ഓർത്ത് നമ്മൾ ദുഃഖിച്ച് ദൈവസന്നെ ഇരിക്കരുത്. സ്തോത്രം. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് അതും കൂടെ ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് എന്ത് ചെയ്യായിരുന്നു, കുറച്ചുകൂടെ സന്തോഷിക്കാമായിരുന്നു, കുറച്ചുകൂടെ ആനന്ദിക്കാമായിരുന്നു. സ്തോത്രം. അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ദുഃഖിച്ചിരിക്കുന്നത്, നിരാശപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് തരുമെന്ന്. സ്തോത്രം. നമ്മുടെ ചിന്താഗതി നേരെ തിരിച്ച. ദൈവം തന്നാൽ എന്ത് ചെയ്യാം, ദൈവം തന്നാൽ ഒരു സ്തോത്രം പറയാം, ദൈവം തന്നാൽ ഹല്ലേലൂയ പറയാം. എന്നാൽ ദൈവം പറയുന്നത് സ്തോത്രം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഇല്ലായ്മകളെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ദൈവം തന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. സ്തോത്രം. ഇല്ലായ്മകളെ കുറിച്ച് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖമായിരിക്കും, മുഴുവൻ നിരാശയായിരിക്കും. എന്നാൽ ദൈവം തന്നതിനെ കുറിച്ച് ഓർത്ത് സ്തോത്രം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷമാണ്. ഞാൻ ഓർപ്പിക്കാം, കഴിഞ്ഞ നാളുകളിൽ ഇല്ലാതിരുന്ന പലതും ദൈവം നമുക്ക് തന്നിട്ടില്ലേ. സ്തോത്രം. ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ചു, ഒരു വാഹനത്തിന് വേണ്ടി ആഗ്രഹിച്ചു, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിച്ചു, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഇല്ലാതിരുന്ന പലതും ദൈവം ഇന്ന് നമുക്ക് നൽകി തന്നിട്ടില്ലേ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്നില്ലാതിരിക്കുന്ന കാര്യത്തെ കുറിച്ച് നിരാശപ്പെടേണ്ട, നാളെ നൽകി തന്ന് മാനിപ്പാൻ ദൈവം ശക്തനാണ്. ഇതുവരെ നൽകിയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാൽ, ദൈവത്തിന് നന്ദി പറഞ്ഞാൽ, ഇന്നില്ലാത്ത കാര്യങ്ങൾ നൽകി തന്ന് നാളെ നമ്മെ മാനിപ്പാൻ നമ്മുടെ ദൈവം വിശ്വാസമുണ്ട്. ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഏതെല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസനെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവയ്ക്കൊക്കെ ദൈവം മറുപടി തന്നിട്ടുണ്ട്. ദൈവസനെ പിന്നെയും പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന വിഷയം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലായിരുന്നെങ്കിൽ നാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയില്ലായിരുന്നു. സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൽപ്പിക്കുന്ന ദൈവം. ഒരിക്കലെ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യൻ, അവൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിലക്കണ്ണാട് മുമ്പിൽ ചെന്ന് അവൻ ദൈവത്തോട് പരാതി പറയുമായിരുന്നു. കാരണം അവന്റെ മൂക്കൊരു ചപ്പിയ മൂക്ക, മുഖം ഒരു വിരൂപമായ മുഖമാണ്. സ്തോത്രം. അവൻ നിരാശപ്പെട്ടു. എന്റെ ദൈവമേ, എന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചല്ലോ,
ഒരു പതിഞ്ഞ മൂക്കായിട്ട് വിരവുമുള്ള മുഖമായിട്ട് എന്നെ സൃഷ്ടിച്ചു. എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. ആരും എന്റെ അടുക്കൽ എന്ത് ചെയ്യുന്നില്ല, എന്റെ അടുക്കൽ വരുന്നില്ല. എന്നെ സ്നേഹിക്കാൻ ആളില്ല, എന്നോട് സംസാരിക്കാൻ ആളില്ല. കാരണം അദ്ദേഹത്തിന്റെ മൂക്ക് ചപ്പിയ മൂക്കും മുഖം വിരവുമായിരിക്കുന്നത് കൊണ്ട് ആരും അദ്ദേഹത്തെ സ്നേഹിക്കാൻ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദൈവത്തോടെ പരാതി പറയാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ അവനെ ഒരു പാർക്കിൽ ചെന്നപ്പോൾ മനോഹരമായൊരു ഗാനം കേട്ടു. ആ ഗാനം കേട്ടപ്പോൾ അവന് വലിയ സന്തോഷം തോന്നി. നോക്കിയപ്പോൾ വളരെ സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടി ഇരുന്ന് നല്ല നിലയിൽ ഗാനങ്ങൾ പാടുക. അവനെ ഹൃദയത്തിൽ ചിന്തിച്ചു, അവൾക്ക് ദൈവം നല്ല സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് പാടാൻ കഴിയുന്നു. അവൾക്ക് നല്ല ട്യൂൺ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പാടാൻ കഴിയുന്നു. അവൾക്കൊരു കുറവില്ല, അവൾക്ക് പാടുവാൻ കഴിയും. പാട്ട് കഴിഞ്ഞ ശേഷം ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പ്രകാരം പറഞ്ഞു, നോക്കിയ നിനക്ക് ദൈവം എത്ര നല്ല സൗന്ദര്യമാണ് തന്നിരിക്കുന്നത്, എത്ര നല്ല ശബ്ദമാണ് തന്നിരിക്കുന്നത്. നിനക്ക് നന്നായിട്ട് പാടുവാൻ കഴിയും, നിനക്ക് നന്നായി സന്തോഷിക്കുവാൻ കഴിയും. എന്നെ നോക്കി എന്റെ ജീവിതകാലം മുഴുവൻ ദുഃഖമാണ്. എന്റെ മൂക്കൊരു പതിഞ്ഞ മൂക്കാം, എന്റെ മുഖം സൗന്ദര്യമില്ലാത്ത മുഖമാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കാനോ എനിക്ക് സന്തോഷിക്കുവാനോ കഴിയില്ല. ആ പെൺകുട്ടി അല്പസമയം കഴിഞ്ഞപ്പോൾ തലയിരുന്ന തൊപ്പി ഒന്ന് എടുത്തു മാറ്റി. നോക്കിയ പെൺകുട്ടിയുടെ തലയിൽ ഒറ്റ പൊടിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോൾ കൈ കൊണ്ടൊരു കാലെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്ത കൈ കൊണ്ട് അടുത്ത കാലും മാറ്റി വെച്ചു. രണ്ട് കാലുകളും മരം കൊണ്ടുണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാലുകളാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ മുഖത്തൊന്ന് കണ്ണാടി ഊരി മാറ്റി നോക്കിയപ്പോൾ രണ്ട് കണ്ണിനും കാഴ്ചയില്ല. സ്തോത്രം. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ അതിശയിച്ചു പോയി. എനിക്കാണ് ഒന്ന് രണ്ട് കുറവേ ഉള്ളൂ, ഈ പെൺകുട്ടിക്കോ? അവള് പറഞ്ഞു, എന്റെ കുറവ് ഓർത്തിരുന്നാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് ദുഃഖമായിരിക്കും. എന്നാൽ എന്റെ ഹൃദയത്തിനകത്ത് ദൈവം സന്തോഷമാണ്. അതുകൊണ്ട് ഞാൻ പാടുവാൻ കഴിയുന്നത് എന്റെ ഹൃദയത്തിലെ സന്തോഷത്തെ ഇല്ലാതാക്കുവാൻ ലോകത്തിലെ കുറവ് ഓർത്തിരുന്നാൽ എന്റെ ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചിരിക്കാനേ ഒക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കുറവുകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. ദൈവം നമ്മുടെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവം, പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളിൽ ഇല്ലാതിരുന്ന പലതും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇന്നില്ലാതിരിക്കുന്ന അനുഭവങ്ങളെ ദൈവം നാളെ നമുക്ക് നൽകി നമ്മെ മാനിക്കുന്നവരായ ദൈവമാണ്. നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവസേനയിൽ കടന്നു വരുമ്പോൾ ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെ, വാഞ്ചയോടെ ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ സന്തോഷത്തെ കെടുത്തുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയരുത്. ദൈവസേനയിൽ കടന്നു വരുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അധിക സന്തോഷം. നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ധാന്യം വീഞ്ഞും വർദ്ധിക്കണം. ധാന്യം ഉണ്ടെങ്കിൽ അവർക്ക് സന്തോഷമാണ്, വീഞ്ഞുണ്ടെങ്കിൽ എന്താ? സന്തോഷം. അതില്ലെങ്കിലോ സ്തോത്രം, അവർക്ക് ദുഃഖമാണ്. സ്തോത്രം. എന്നാൽ ദൈവമക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് ധാന്യത്തിലല്ല, വീഞ്ഞിലല്ല. പറഞ്ഞിരിക്കുന്നത് പോലെ അത്തിവർഷം എന്ത് ചെയ്യത്തില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഗോശാലയിൽ കന്നുകാൽ ഉണ്ടായിരിക്കുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. സ്തോത്രം. ഗോശാലയിൽ നാട്ടുകൂട്ടം എന്ത് ചെയ്യും? നശിച്ചു പോകും. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കുറവാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾ. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, എന്തെല്ലാം നഷ്ടം വന്നാലും എന്റെ ഹൃദയത്തിലെ സന്തോഷം കെടുത്തുവാൻ ആർക്കും കഴിയില്ല. ഞാൻ സന്തോഷിക്കൂ, ഞാൻ ദൈവസ്ഥയിൽ ആനന്ദിക്കൂ. എല്ലാ ദൈവമക്കൾക്കും ഉണ്ടായിരിക്കാനിടയായി. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ എന്ത് ബലമെന്ന് പറയുന്നത്. സ്തോത്രം. ദൈവമക്കൾ ദൈവസ്ഥയിൽ സന്തോഷിക്കും തോറും ദൈവയുടെ ബലത്തെ എന്ത് ചെയ്യും? ദൈവത്തെ ബലത്തെ വർദ്ധിപ്പിച്ചിട്ട് അവിടെ ദൈവസേനയിൽ കടന്നു വരുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ദൈവസേന ദൈവമക്കൾ സന്തോഷിക്കണം. അവന്റെ വലത്തുഭാഗത്ത് എന്തുണ്ട്? പ്രബോധമുണ്ട്. എന്നും പ്രബോധമുണ്ട്. ചില ആൾ സന്തോഷിക്കാതിരിക്കുന്ന വീട്ടിൽ ചെന്നാൽ, ദൈവമക്കൾ ഒന്നിച്ചു കൂടി സന്തോഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വീട്ടിൽ ചെന്നാൽ അവർ എന്ത് ചെയ്യുന്നവരല്ല, സന്തോഷിക്കുന്നവരല്ല. സ്തോത്രം. നമ്മുടെ സന്തോഷം എവിടാ? സ്തോത്രം. നമുക്ക് ഈ ലോകത്തിൽ സന്തോഷിക്കുവാൻ സിനിമാശാലകളോ നാടകവേദികളോ മദ്യമോ മയക്കുമരുന്നോ ഒന്നുമില്ല. ലോകമനുഷ്യൻ അതിലെല്ലാം സന്തോഷം കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണല്ലോ. സ്തോത്രം. സന്തോഷത്തിന് വേണ്ടി ആളുകൾ
ഏതെല്ലാം ഇടങ്ങളിലേക്കാ ഓടിപ്പോകുന്നത്. എന്നാൽ ദൈവമക്കളുടെ സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിന്റെ ഒരു കാര്യങ്ങളിലുമല്ല. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് കർത്താവില. ദൈവസനെ കടന്നു വന്ന് ദൈവമക്കൾ ഒരുമിച്ചിരുന്ന് പാടുന്നത്, പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവിക സമാധാനം അനുഭവിക്കുന്നത് എത്രമാത്രം സന്തോഷമുള്ള കാര്യമാണ്. ദൈവമക്കളെ, ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളാണ് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. ദൈവിക സമാധാനം അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠകരം എന്നറിയാം. നമുക്കറിയാം, ലോകത്തിലെ ആളിനെ നോക്കുകയാണെങ്കിൽ ഞാൻ രാവിലെ ഓർപ്പിച്ചതുപോലെ യഹോവ തന്റെ ജനത്തെ എന്ത് കൊടുക്കുന്നു? യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്നു. ലോകത്തിലെ ആൾക്കെല്ലാം അനുഗ്രഹമുണ്ട്, പക്ഷെ എന്തില്ല? സമാധാനമില്ല. ഏത് കടയിൽ കിട്ടും? എവിടെ കിട്ടും? അനുഗ്രഹം എവിടെ കിട്ടും? പക്ഷേ അനുഗ്രഹത്തിന് കൂടെ ദൈവമക്കൾക്ക് ദൈവം തരുന്ന കാര്യമാണ് എന്ത്? സമാധാനം. ഇന്ന് വ്യക്തികൾ നോക്കിയാൽ സമാധാനമില്ല, കുടുംബങ്ങളിൽ സമാധാനമില്ല, എത്രയോ കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല. സ്തോത്രം. നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, ബാങ്ക് ബാലൻസ് ഇഷ്ടം പോലെ ഉണ്ട്, സ്തോത്രം. എന്നാൽ എന്തില്ല? സമാധാനമില്ല. ദൈവമക്കളെ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ദൈവം നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഓർക്കുമ്പോൾ നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയും, നന്ദിയോടെ ദൈവത്തെ ആരാധിപ്പാൻ കഴിയും. ദൈവം തരുന്ന സമാധാനം എത്ര വലുതാ. സ്തോത്രം. ആ സമാധാനം പ്രാപിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമാണ്. ഇന്ന് രാത്രി ഒരു വേദഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു. ഹോശിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഖോർ താഴ്വരയും കൊടുക്കും. അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയ ആകും. പഴയ നിയമ ഇസ്രായേലിനോട് ഹോശിയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹോശിയ പ്രവാചകൻ ഇസ്രായേലിനോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ അവളെ എന്ത് ചെയ്യും? ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവളോട് ഹൃദയമായിട്ട് സംസാരിക്കും. സ്തോത്രം. ഞാൻ അവളെ എന്ത് ചെയ്യും? ഞാൻ അവളെ വശീകരിക്കും. സ്തോത്രം. നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളില് ഇലക്ഷൻ ഒക്കെ വരുമ്പോഴാണ് ഈ വാക്കുകൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, നാം എല്ലാം കേൾക്കുന്നത്. ഇലക്ഷൻ നിൽക്കുന്ന ആളുകൾ ജനത്തെ വശീകരിക്കുന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യും? പറയും. അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഏതെല്ലാം വശീകരണ വാക്ക് പറയാമോ അതെല്ലാം എന്ത് ചെയ്യും? അതെല്ലാം പറയും. എനിക്ക് വോട്ട് തന്നാൽ, എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം, നാടിന്റെ പുരോഗതി നടത്താം, വീട്ടുകാർക്ക് നന്മ ചെയ്യാം, എന്തെല്ലാം നന്മ ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ആളുകളെ വശീകരിക്കുന്ന വാക്കുകളൊക്കെ എന്ത് ചെയ്യും? എല്ലാവരും പറയും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാലോ? ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണുകയില്ല. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെ നടപ്പാക്കുവാൻ അവരെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം നമ്മെ വശീകരിക്കുന്ന എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറ്റി പറയുന്ന ദൈവം. ദൈവത്തിൽ വായിക്കുന്നത്, പിതാവ് ആകർഷിക്കാതെ, പിതാവ് വശീകരിക്കാതെ ആർക്കും കൃപയിലേക്ക് വരുവാൻ കഴിയത്തില്ല. പ്രൈസലോ. ഈ കൃപയിലേക്ക് നമുക്ക് വരുവാൻ കഴിഞ്ഞത്, യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിഞ്ഞത് അവൻ നമ്മെ വശീകരിച്ചത് കൊണ്ടാണ്. പിതാവ് ആകർഷിക്കാതെ ഒരു ജനവും രക്ഷിക്കപ്പെടുകയില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളില് ഈ ദേശത്ത് ചില ആത്മാക്കളെ ദൈവം വശീകരിച്ച് കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവം വശീകരിക്കുന്ന ദൈവമാണ്. ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം വശീകരിച്ചു, ദൈവം ആകർഷിച്ച് അടുപ്പിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ
വശീകരിക്കുന്ന വാക്ക് പറയുന്നത് പോലെയല്ല നമ്മുടെ ദൈവം പറയുന്നത്. നമ്മുടെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറാത്ത ദൈവമാണ്. അവൻ അരുളി ചെയ്യുന്ന ദൈവം മാത്രമല്ല, അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാണ്. വശീകരിക്കുന്ന വാക്ക് നേതാക്കന്മാർ പറഞ്ഞാൽ അവരെ കൊണ്ട് നടത്തിയെടുക്കാൻ കഴിയത്തില്ല. അതിനുള്ള കരുത്തും ശക്തി അവർക്കില്ല. എന്നാൽ നമ്മുടെ ദൈവം ആരാന്നറിയാമോ? സകലത്തിന്റെ ഉടമസ്ഥനായ ദൈവമാണ്. തന്റെ മക്കളോട്, തന്റെ ജനത്തോട്, തന്റെ സഭയോട് ഒരു അരുളപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കാൻ കഴിവുള്ളവനായ ദൈവമാണ്. ദൈവത്തിൽ വായിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? സ്തോത്രം. സൈന്യങ്ങളുടെ യഹോവ എന്ത് ചെയ്തിരിക്കുന്നു? നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആര്? ഞാൻ പറയാം, ഓരോ വ്യക്തികളെ കുറിച്ചും, ഓരോ കുടുംബങ്ങളെ കുറിച്ചും, ഓരോ സഭയെ കുറിച്ചും ദൈവത്തിന് ഓരോ നിർണയങ്ങളുണ്ട്. ദൈവം ഓരോ കാര്യം നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ദുർബലമാക്കുവാൻ ആർക്കും കഴിയില്ല. നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ ജോലിയെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് ദൈവത്തിന് ചില പ്ലാനുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അതെല്ലാം അവന്റെ പുസ്തകത്തെ കുറിച്ച് വെച്ചിരിക്കുകയാണ്. ദാവീദ് പറയുന്നത്, പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതെല്ലാം പുസ്തകത്തിൽ കുറിച്ച് വെച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മളെ കുറിച്ചുള്ള പദ്ധതി എല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? തന്റെ പുസ്തകത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ജോസഫിനെ കുറിച്ചുള്ള പദ്ധതികളെല്ലാം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പുസ്തകത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴാ സോന്മാർ പറയുന്നത്, അവന് സ്വപ്നം നടക്കുമോ ഞങ്ങൾക്കൊന്ന് കാണും. അവനെ പിടിച്ച് എവിടെ ഇട്ടു? ഒട്ടക്കണത്തിലിട്ടു. അവനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. നോക്കിയേ, ദൈവം നിർണയിച്ച കാര്യങ്ങളെ മറിച്ചു കളയുവാൻ ശ്രമിക്കുന്ന സഹോദരന്മാരുണ്ട്. അന്ധകാര ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്, ദേശാധിപതി ശക്തികളുണ്ട്. എന്നാൽ ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം ഒരു നിർണയിച്ച കാര്യമാണെങ്കിൽ അത് നടത്തിയെടുക്കുവാൻ ദൈവം നമ്മെ കുറിച്ച്, നമ്മുടെ തലമുറയെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ദൈവം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് എത്ര ശക്തികൾ മറിച്ചു കളവാൻ നോക്കിയാൽ എന്റെ ദൈവം നിർണയിച്ചൊരു കാര്യം നടപ്പിലാക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് അതിന്റെ ഫലം കൂടുതലായി പൂർണ്ണമായി നമുക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഓർത്ത് ഭാരപ്പെടരുത്. ജോസഫ് കൊട്ടകടി കടമ ചിന്തിക്കുക, എന്റെ ദൈവമേ, ദൈവം എന്നെ കാണിച്ച ദർശനം എന്തായിരുന്നു? എന്താ? 11 കറ്റകൾ ജോസഫിന്റെ കറ്റയെ നമസ്കരിക്കുന്നു. ആളെവിടാ കിടക്കുന്നത്? ഒട്ടിക്കറി കിടക്കുക. നോക്കി, ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം ചെറുപ്രായത്തിൽ തന്നെ ദൈവം ആരെ അറിയിച്ചു? ജോസഫിനെ അറിയിച്ചു. പക്ഷെ അറിയിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. ഞാൻ പറയാം, ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്, അത് നടക്കാതെ ഇന്ന് വിപരീതമായ കാര്യങ്ങളാ നടക്കുന്ന ഓർത്തി ഭാരപ്പെടേണ്ട കാര്യമില്ല. സ്തോത്രം. നടത്തിയെടുക്കാനുള്ള വഴിയിലേക്ക് ദൈവത്തിനെ കൊണ്ടുവരികയാണ്. ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി തെളിയിക്കുകയാണ്. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില വഴികളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വഴി ഒരുങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ കാരാഗ്രഹമായിരിക്കാം, ഒട്ടക്കിണറായിരിക്കാം, വിൽക്കുന്ന അനുഭവമായിരിക്കാം, വെറുക്കപ്പെടുന്ന അനുഭവമായിരിക്കാം, മറ്റുള്ളവരാൽ തള്ളപ്പെടുന്ന അനുഭവമായിരിക്കാം, നിരാശപ്പെട്ടു പോയത് സംഗതികൾ ചിന്തിക്കാത്ത കാര്യമാണല്ലോ, പ്രതീക്ഷിക്കാത്ത കാര്യമാണല്ലോ, ആഗ്രഹിക്കാത്ത കാര്യമാണല്ലോ. നടക്കുന്നവർ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയാം, ദൈവത്തിന്റെ വഴി വിശാലം. ഞാൻ ചിന്തിക്കുക, ജോസഫ് ഒട്ടകത്തിൽ കിടക്കുന്ന ദർശനം ജോസഫ് കണ്ടോ? കണ്ടില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാര്യം കണ്ടോ? കണ്ടില്ല. സ്തോത്രം. ഇപ്പൊ എല്ലാം എന്താ നടക്കുന്നത്? ദൈവം കാണിക്കാത്ത കാര്യമാണ്. സ്തോത്രം. ഞാൻ പറയാ, നടക്കാൻ പോകുന്ന കാര്യം, ഒട്ടക്കിടക്കുന്ന കാര്യവും, സ്തോത്രം, കാരാട്ടി കിടക്കുന്ന കാര്യവും കാണിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ഗതി എന്തായിരിക്കും? എപ്പോഴും അത് ഓർത്തോണ്ടിരിക്കും. സ്തോത്രം. അത് ഓർത്തോണ്ട് ഇങ്ങനെ ഇരിക്കും, ദൈവമേ ഞാൻ എപ്പോഴാ പൊട്ടക്കണ്ടിൽ, എപ്പോഴാ ഞാൻ കാരാഗ്രഹത്തിൽ പോകാൻ പോകുന്നത്? ഇല്ല, അതൊന്നും ദൈവം കാണിക്കത്തില്ല. നമുക്ക് വരാൻ പോകുന്ന കഷ്ടതയും ഞെരുക്കവും ഒന്നും ദൈവം കാണിക്കത്തില്ല. അതിൽ കൂടെ മാത്രമേ നമുക്കൊരു ഉയർന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകൂ. ദൈവത്തിൽ വായിക്കുന്നത് ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ, അല്ലെ, വിശ്വാസത്തിൽ
നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ഇവിടെ ദൈവരാജ്യം, ഞാൻ പറയാം, ദൈവരാജ്യ പ്രവേശനത്തിന് മുമ്പ് ദൈവമക്കൾ അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രൈസലോ, ഇവിടെ കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, അപ്പുറത്ത് ദൈവരാജ്യം ഒരിക്കലും. ഈ പൊട്ടക്കിണർ കാണുമ്പോൾ ദൈവമക്കൾ വിശ്വാസം തള്ളിക്കളയരുത്. സ്തോത്രം. ആരാധന കടക്കുമ്പോൾ ദൈവമക്കളുടെ വിശ്വാസം കുറഞ്ഞു പോകരുത്. അപ്പോഴും ദൈവത്തിന്റെ വാഗ്ദത്തം മുറുകെ പിടിച്ചു. ഞാൻ പറയാം, ജോസഫ് ഈ പൊട്ടക്കണ്ടി കിടന്നിട്ടും കാരാഗ്രഹത്തിൽ കിടന്നിട്ടും ദൈവം അവന് കൊടുത്ത കൃപാവർ എന്ത് ചെയ്തില്ല, നഷ്ടപ്പെടുത്തിയില്ല. നോക്കി, സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ രണ്ട് വ്യക്തികൾ രണ്ട് വ്യത്യസ്ത സ്വപ്നം കണ്ടു. രണ്ട് വ്യാഖ്യാനം കൊടുത്തത് ആരാ? ജോസഫാ കൊടുത്തത്. നമ്മളൊക്കെ പൊട്ടക്കണ്ടി വീണ പിന്നെ പാട്ടും കാണത്തില്ല, പ്രാർത്ഥനയും കാണത്തില്ല, പിന്നല്ലേ ദർശനം. സ്തോത്രം. എല്ലാം എന്ത് ചെയ്യും? എല്ലാം വാങ്ങിപ്പോവും, എല്ലാം നഷ്ടപ്പെടും. അത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേനെ? ഇച്ചിരി ദർശനവും ഇച്ചിരി അന്യഭാഷ ഇച്ചിരി പാട്ടും ഒക്കെ കണ്ടേനെ. സ്തോത്രം. ഇത് വന്നത് കൊണ്ടല്ല എന്ത് ചെയ്യാം, നമുക്ക് പോകരുത്. സ്തോത്രം. ഞാൻ പറയാ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാദാനങ്ങളാണ് നമ്മെ ഉയർച്ചയിലേക്ക് നടത്തുന്നത്. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം തന്നിരിക്കുന്ന കൃപ കളഞ്ഞു വിളിക്കരുത്. ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്, ഒരു കൃപയുണ്ട്, ഒരു ദർശനമുണ്ട്, ഒരു വെളിപ്പാടുണ്ട്. പ്രൈസലോ, അത് കാരാഗ്രഹത്തിലാണെങ്കിൽ നഷ്ടപ്പെടുത്താതിരുന്നാൽ അത് നിന്നെ ഉന്നതിലേക്ക് കൊണ്ടുവരും. പ്രൈസലോ, പ്രാർത്ഥന നഷ്ടപ്പെടുത്തരുത്, നിന്റെ ആരാധന നഷ്ടപ്പെടുത്തരുത്, നിന്റെ കൃപ നഷ്ടപ്പെട്ടു പോകാൻ നീ അനുവദിക്കരുത്. പ്രൈസലോ. രണ്ട് വ്യക്തികൾ സ്വപ്നം കണ്ടു, രണ്ടും എന്ത് ചെയ്തു? യോസഫ് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പക്കാരന്റെ പ്രമാണിയോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ രാജാവ് എന്ത് ചെയ്യും? നിന്റെ തല ഛേദിച്ചു കളയും. പാനപാത്രവാഹനോട് പറഞ്ഞു, 3 ദിവസം കഴിയുമ്പോൾ രാജാവിനെ നീ എന്ത് ചെയ്യും? വീണ്ടും വീഞ്ഞ് പകർന്നു കൊടുക്കും. ഇതുപോലെ സംഭവിച്ചു. സ്തോത്രം. അടുത്തത് ഫറവോനാ സ്വപ്നം കാണുന്നത്. സ്തോത്രം. ഫറവോൻ സ്വപ്നം കണ്ടപ്പോൾ എന്ത് ചെയ്തു? വ്യാഖ്യാനിക്കേണ്ടത് ആരാ? ആരുമില്ല. എല്ലാവരെയും വധിക്കുവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് പാനപാത്രവാഹൻ ഓർമ്മ വന്നത്. ഞങ്ങൾ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച ഒരാൾ എവിടെ കിടപ്പുണ്ട്? നോക്കി, ദൈവം ഒരാളെ ഉയർത്തുവാനുള്ള വഴികൾ ക്രമീകരിക്കുന്നത്. ജോസഫിനെ ചെറുപ്രായത്തിൽ കൊടുത്ത ദർശനം നടത്തുവാൻ വേണ്ടി ദൈവം കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്വപ്നം കൊടുത്തു വ്യാഖ്യാനിക്കാൻ ആരുമില്ല. ജോസഫിനെ എന്ത് ചെയ്യുന്നറിയാമോ? കാരാഗ്രഹത്തിൽ നിന്ന് അവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. രാജാവ് കണ്ട സ്വപ്നവും അതിന്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. ഞാൻ പറയാ, നിമിഷ നേരം കൊണ്ട് ജോസഫ് മിസ്രൈമിലെ മന്ത്രിയായി ഉയർത്തപ്പെട്ടു. സൂര്യനും ചന്ദ്രനും 10 നക്ഷത്രവും ജോസഫിനെ നമസ്കരിക്കുന്നത് ദൈവം ചെറുപ്പത്തിൽ കാണിച്ച ദർശനമാ. സ്തോത്രം. എന്നാൽ ദൈവം അവനെ കുറിച്ചുള്ള നിർണയങ്ങൾ അത് നിവർത്തിപ്പാൻ കൊണ്ട് ഇടയായി തീർന്നു. പ്രൈസലോ. ഞാൻ കാര്യം ഓർപ്പിക്കട്ടെ, ദൈവം നമ്മെ കുറിച്ച് ചില നിർണയങ്ങൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മുടെ ഭൗതിക ആത്മീയമായ വിഷയങ്ങളെ കുറിച്ച്, നമ്മുടെ സഭയെ കുറിച്ച് ദൈവത്തിന് ചില നിർണയമുണ്ട്. അതിനെ മറിച്ച് കളവാൻ ശ്രമിക്കുന്ന വൈശാഖ്യ മണ്ഡലങ്ങളുണ്ട്, അന്ധകാര വ്യാപാരങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കുക, ദൈവം തന്ന ദർശനമാണോ അത് ദൈവം നടത്തിയിരിക്കുന്നത്. അതിനെ ദുർബലമാക്കുവാൻ ലോകത്തിന് ആർക്കും കഴിയുകയില്ല. ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയുകയില്ല. മാത്രമല്ല, ദൈവം നിർണയിച്ച കാര്യം ദൈവം നിർണയിച്ചിരുന്ന അടങ്ങിയിരിക്കത്തില്ല. ദൈവം എന്ത് ചെയ്തറിയാവോ? ദൈവം നടത്തുവാൻ വേണ്ടി കൈ നീട്ടുന്ന ദൈവം. അവൻ കൈ നീട്ടും. അതിനെ മടക്കുന്നവൻ ദൈവത്തിന് കയ്യെ മടക്കുവാൻ ആർക്കെങ്കിലും കഴിയുമോ? നമുക്കറിയാം, മൊർദെഖായിയെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചിരിക്കുക. അപ്പോഴാ ഹാമാൻ എന്ത് ചെയ്തിരിക്കുന്നത്? കഴുമരം 50 മുഴ ഉയരമുള്ള യഹൂദന്മാരെ മുഴുവൻ കൊല്ലും. മാത്രമല്ല, ഈ ഹാമാനെ കാണുമ്പോൾ വീണ് വണങ്ങാതിരുന്ന മൊർദെഖായിയെ എല്ലാവരും എന്ത് ചെയ്യണം? തൂങ്ങി കിടക്കുന്ന ഒന്ന് കാണണം. അവനെ പരിഹാസ വിഷയമാക്കണം. സ്തോത്രം. യഹൂദൻ മറ്റാരുടെ മുമ്പിൽ വീണ് വണങ്ങുന്നവരല്ല. അവൻ ദൈവത്തിന് മുമ്പിൽ മാത്രമേ മുട്ടുമടക്കത്തുള്ളൂ. സ്തോത്രം. നോക്കിയേ, ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കാത്തവനെ സ്തോത്രം എന്ത് ചെയ്യണം? 50 മുഴ ഉയരമുള്ള കഴുമരത്തിൽ തൂക്കണം. സ്തോത്രം. ഹാമാൻ കാര്യങ്ങൾ ക്രമീകരിക്കുക. സ്തോത്രം. എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. സ്തോത്രം. മൊർദെഖായിയെ കുറിച്ച് ദൈവത്തിന് ചില നിർണയമുണ്ട്, ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. പ്രൈസലോ. അവനെ രാജസ്ഥാനത്ത് കൊണ്ടുവരുവാൻ, അവനെ മാനിക്കുവാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുമ്പോൾ സ്തോത്രം അവനെതിരായിട്ട് ആര് എഴുന്നേറ്റു? ഹാമാന്റെ ശക്തികൾ എഴുന്നേറ്റു. ഹാമാൻ എഴുന്നേറ്റു. 50 മുഴ കഴുമരം ഉണ്ടാക്കി. നമുക്കറിയാം, പിറ്റേ ദിവസം രാവിലെ, തലേദിവസം രാത്രിയിൽ അഹസ്വേരോസ് രാജാവിന് എന്ത് ചെയ്തില്ല? ദൈവം ഉറക്കം കൊടുത്തേയില്ല. ഞാൻ പറയാ, ദൈവമക്കളെ മാനിക്കുവാൻ വേണ്ടി ഉറക്കത്തെ ദൈവം കെടുത്തേണ്ടവരെ ഉറക്കം കെടുത്തും. ദൈവത്തിന് അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമോ?
നമ്മൾ ദൈവത്തെ കണ്ണടച്ച് വിശ്വസിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ട് കടന്ന് വിശ്വസിക്കുന്നില്ല. നമ്മളൊരു 10,000 രൂപയുടെ ആവശ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ 9 ചോദിക്കത്തുള്ളൂ. ദൈവത്തെ അത്ര എന്ത് ചെയ്യണ്ട, അത് ബുദ്ധിമുട്ടിക്കണ്ട. സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മുടെ ദൈവം ഒരു പഞ്ഞം പിടിച്ച ദൈവമാണ്. സ്തോത്രം. എങ്ങനെയാ നമ്മൾ 1000 രൂപ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറിക്കാം 9 കർത്താവിന്റെ കൈവശം എന്നാ മതി. സാധാരണ അമേരിക്കക്കാരെങ്ങനെയാ ചെയ്യുന്നറിയാമോ? അവർക്ക് 10,000 രൂപയുടെ ആവശ്യമുണ്ട്, 20,000 രൂപ ദൈവത്തോടെ ചോദിക്കും, ദൈവം കൊടുക്കുകയും ചെയ്യും. 10,000 കൊണ്ട് കടം വീട്ടും, 10,000 അവർ ആവശ്യം നടത്തും. നമ്മൾ 9 ദൈവം തരും, 1000 എന്ത് ചെയ്യാം, പടമ്പി കൈ നീട്ടുക. സ്തോത്രം. ഞാൻ പറയാ, നമ്മുടെ ദൈവം സമ്പന്നനായ ദൈവം, അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ദൈവമക്കളെ അളവില്ലാതെ അനുഗ്രഹിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഒരു ചെറിയ ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്, നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. എത്രപേർക്ക് ഉറപ്പുണ്ട്, എത്രപേർക്ക് വിശ്വാസമുണ്ട്? ദൈവത്തെ ആരും പരിമിതപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം പരിമിതി കൂടാതെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവന്നല്ല അനുഗ്രഹിക്കുന്നത്, അതുകൂടാതെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തി രാജാവ് എന്ത് ചെയ്തു? ആ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞു. നോക്കി അവനെന്ത് ചെയ്തു? നമുക്കറിയാം. പിറ്റേ ദിവസം അവൻ എന്ത് ചെയ്തു? സ്ഥാനമാനം കൊടുത്ത ദൈവം അവനെ എന്ത് ചെയ്തു? ദൈവം അവനെ ഉയർത്തി. ദൈവം നിർണയിച്ച കാര്യം ദൈവം എന്ത് ചെയ്യുന്ന ദൈവമാണ്, അതൊക്കെ വരുത്തുന്ന കാര്യമാണ്. അതിനെ ദുർബലമാക്കുവാൻ ഹാമാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ദൈവം അവനെ മാനിക്കാനില്ല. ദൈവമക്കളെ ഉപവസിക്കുന്ന നിനക്ക് വേണ്ടി, പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, വിഷയമെന്ന് പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ആരോടെല്ലാം ഇടപെടണമോ, ആരോടെല്ലാം സംസാരിക്കണമോ, ആരെല്ലാം ഉറക്കത്തെ കെടുത്തണമോ, ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക. വിശ്വാസം പ്രാർത്ഥനയില് എന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ, എന്റെ മനസ്സൊന്ന് ഉറയ്ക്കട്ടെ. അവരുടെ മനസ്സല്ല, അവരുടെ ഹൃദയമല്ല, ദൈവത്തിൽ വിശ്വസിക്കുക. ഞാൻ അവളെ എന്ത് ചെയ്യും? ഞാൻ അവളെ വശീകരിക്കും. സ്തോത്രം. ദൈവം നമ്മെ എന്ത് ചെയ്യുന്ന ദൈവമാണ്? വശീകരിക്കുന്ന ദൈവം. പഴയ നിയമ ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? ദൈവം വശീകരിച്ചതായി കാണുവാൻ സാധിക്കും. എങ്ങനെയാ ഇസ്രായേൽ ജനത്തെ ദൈവം വശീകരിച്ചത്? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേൽ ജനത്തെ ദൈവം വശീകരിച്ചത് എങ്ങനെയാണെന്ന് ആ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നു. വായിച്ചാണ്. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയവിചാരകന്മാർ നിമിത്തമുള്ളവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ നിലവിളി കേട്ടു. ഞാൻ അവരുടെ സങ്കടം അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും. അവരെ എവിടുന്ന് വിടുവിക്കണം? മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കണം. ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക്. ആ ദേശത്ത് നിന്ന് എങ്ങനെയുള്ള ദേശത്തേക്ക്? നല്ല ദേശം, വിശാലവുമായ ദേശത്തേക്ക്. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്. കനാന്യർ, ഹിത്യർ, അമോന്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നുള്ള സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യണം? വിടുവിക്കണം. നോക്കിയ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ എവിടെ കിടക്കുക? മിസ്രയീമിൽ കിടക്കുക. ഫറവോന്റെ ആധിപത്യത്തിൽ കിടക്കുക, അടിമനുഖത്തിൽ കിടക്കുക. ഫറവോൻ അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ആ ദേശത്തായിരിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ അവരെ ആ ദേശത്ത് നിന്ന് ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? അവരെ വിടുവിക്കും. വിടുവിച്ചിട്ട് അവരെ ആ ദേശത്ത് നിന്ന് നല്ല ദേശത്തേക്ക്, വിശാലമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, ഒന്നിനും എല്ലാവർക്കും സമൃദ്ധിയുള്ള ദേശത്തേക്ക് ഞാൻ അവരെ എന്ത് ചെയ്യും? ഞാൻ അവരെ കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ ഇപ്പോഴായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഇതിനേക്കാൾ മെച്ചമായ ഒരു അനുഭവത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കളുടെ ഹൃദയം എന്ത് ചെയ്തു? വശീകരിക്കപ്പെട്ടു. അവരെ സത്യത്തിൽ ഈ വാക്ക് എന്ത് ചെയ്തതാ?
വശീകരിക്കുന്ന വാക്ക. ഇപ്പോഴായിരിക്കുന്ന അനുഭവത്തിൽ തന്നെയാണെങ്കിലോ ആരും മിസ്രൈം വിട്ടുപോകാൻ എന്ത് ചെയ്യത്തില്ല, താല്പര്യപ്പെടത്തില്ല. ആരും പോവും. ഇതിനേക്കാൾ മെച്ചമായ ഒരു ദേശത്തേക്ക്, ആ ദേശം നല്ല ദേശമാ, പാലും തേനും ഒഴുകുന്ന ദേശമാ, ഒന്നിനും കുറവില്ലാത്ത ദേശമാ, സമ്പൽ സമൃദ്ധമായ ദേശമാ, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ആ ദേശം പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും എവിടെ പോകണം? അവിടേക്ക് പോയാൽ സ്തോത്രം. ഞാൻ പറയാം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇതിനേക്കാൾ നല്ലൊരു ദേശത്തെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വിടും. കാരണം ആ ദേശം നമ്മളെ എന്ത് ചെയ്യുന്നതാ? വശീകരിക്കുന്ന ദേശം. ഇസ്രായേൽ മക്കൾ വിട്ടിറങ്ങുവാൻ കാരണം എന്താ ഇറങ്ങാൻ കാരണം? ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടി. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, ഈ ദേശത്ത് നിന്ന്, മിസ്രൈമിൽ നിന്ന്, ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് നല്ലൊരു ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകാം. സ്തോത്രം. അതവരെ വശീകരിക്കുന്ന വാക്ക്. നമ്മളൊക്കെ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണം എന്താ? ഞാൻ പറയാം, ഈ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നമ്മളെ എന്ത് ചെയ്തു? സ്വീകരിച്ചു. ഈ പെന്തിക്കോസ് വന്ന 10 പേര് പറയാ, അവിടെ പോയാൽ എന്നും രോഗമാണ്, എന്നും കഷ്ടതയാ, എന്നും ഞെരുക്കമാ, ഒരു മേൽഗതി ഉണ്ടാകത്തില്ല. ഇത് കുറച്ചുപേര് പറഞ്ഞിരുന്നെങ്കിലോ നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല? ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുവോ? ഇറങ്ങത്തില്ല. ആരും ഇറങ്ങിത്തിരിക്കത്തില്ല. ഇവിടെ വന്നാൽ സൗഖ്യമാണ്, അനുഗ്രഹമാണ്, വിഷയത്തിന് വിടുതലാണ്, ദൈവപ്രവൃത്തി ഇവിടെ കാണാൻ സാധിക്കുമെന്ന് നമുക്ക് അനേകര് പറഞ്ഞു. നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് കൊണ്ടല്ലേ നമുക്ക് ഈ അനുഭവത്തിൽ വരാൻ കഴിഞ്ഞത്. ഇറങ്ങിത്തിരിച്ച വെറുതെയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? സ്തോത്രം. ഇല്ല. വായ്ത്തറ്റങ്ങൾ ദൈവം വിശ്വസ്തനായ ദൈവം. നമ്മൾ ഇറങ്ങിത്തിരിക്കുവാൻ കാരണം സ്തോത്രം, ഈ പെന്തക്കോസ്തിന്റെ ആരാധന, ആ പ്രാർത്ഥന, ആ കൂട്ടായ്മ നമ്മെ വശീകരിച്ചത് കൊണ്ടാ. ദൈവത്തിന്റെ വചനം നമ്മെ വശീകരിച്ചത് കൊണ്ടാ. ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മെ വശീകരിച്ചത് കൊണ്ടാ. ഈ അനുഭവത്തിലേക്ക് വന്നത് ഒരിക്കലൊരു കഷ്ടമല്ല, ഒരിക്കലൊരു പരാജയമല്ല, ഒരിക്കലും നഷ്ടമല്ല. എന്റെ ദൈവം വാഗ്ദത്തം നൽകിയെങ്കിൽ അതിന്റെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. ഇസ്രായേൽ മക്കളെ ദൈവം എന്ത് ചെയ്തു? ദൈവം അവരെ വശീകരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. വശീകരിച്ചു. സ്തോത്രം. അബ്രഹാമിനെ ദൈവം എങ്ങനെയാ വശീകരിച്ചത്? നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും മൃദുഭാഗത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. നീ അബ്രഹാമോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? സ്വജനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, മൃദുഭാഗത്തെ വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക്. ആ 1-ാം വാക്യത്തിൽ വശീകരിക്കുന്ന ഒരു വാക്കുമില്ല. ഉണ്ടോ? നീ എന്ത് ചെയ്യണം? സ്വജനത്തെ വിടണം, മൃദുഭാഗത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം. നമുക്കറിയാലോ, വിട്ടിറങ്ങിയതിന്റെ ആ ബുദ്ധിമുട്ട് ഇതുവരെ തീർന്നിട്ടില്ല. എന്നും പരിഹാസമാ, എന്നും നിന്നയാ, എന്നും ഉപദ്രവ, അല്ലേ? നോക്കിയേ, കണ്ട് പൊന്തിക്കോസ് പോയിരിക്കുക, കലകൊള്ളത്തിൽ മുങ്ങാൻ പോയിരിക്കുക. സ്തോത്രം. എന്തെല്ലാം ആക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സ്തോത്രം. വിട്ടിറങ്ങുക എന്ന് പറയുന്ന ചെറിയൊരു കാര്യമാണെന്നോ? ഒരിക്കലുമല്ല. സ്വജനത്തെ വിടുക, മൃദുഭാഗത്തെ വിടുക, ചാർച്ചക്കാരെ വിടുക, എന്നിട്ട് സത്യദൈവത്തെ ആത്മാവിൽ സത്യം ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഗതിയല്ല. ദൈവം അബ്രഹാമോട് പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നീ വിട്ടിറങ്ങണം, സ്വജനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, മൃദുഭാഗത്തെ വിടണം. നമുക്കറിയാം അബ്രഹാം എവിടാ താമസിച്ചത്? മെസൊപ്പൊത്താമിയയിൽ, കൽദയ പട്ടണമായ ഊരിൽ. കൽദയ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? മനോഹരം എന്നാ. കൽദയ എന്ന് പറഞ്ഞാൽ മനോഹരം. സ്തോത്രം. അബ്രഹാമിന്റെ ദൃഷ്ടിയിൽ അബ്രഹാം താമസിക്കുന്ന ദേശം എങ്ങളുടെ ദേശമാണ്, മനോഹരമായ ദേശം. ഊരെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രകാശം എന്ന്. സ്തോത്രം. അപ്പോൾ താമസിക്കുന്ന ദേശം എങ്ങളുടെ ദേശമാണ്, മനോഹര ദേശം, പ്രകാശമുള്ള ദേശം. അവന്റെ ചിന്തയിൽ എന്താ? ഒരു കുഴപ്പമില്ല, ഇവിടെ തങ്ങി നിന്നാ മതി. പല്ലും വിട്ടിറങ്ങാൻ മടിക്കുന്നതിന്റെ കാരണം എന്താ? അവർക്ക് അവര് ആരാധിക്കുന്നിടവും അവര് താമസിക്കുന്നിടവും എന്തായിട്ടാ തോന്നുന്നത്? മനോഹരമായിട്ടും നന്നായിട്ടൊക്കെയാണ് തോന്നുന്നത്. എന്നാൽ അതിനേക്കാൾ മെച്ചമായത് കാണുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ അതൊന്നുമല്ല ശ്രേഷ്ഠം, അതൊന്നുമല്ല മെച്ചം. ഇതിനേക്കാൾ നല്ലത് നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇറങ്ങിത്തിരിക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. അധികം നല്ലത് ഈ ഭൂമിയുടെ ഒന്നുമല്ല, സ്വർഗീയമായ അധികം നല്ലതെന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നാം
വിശ്വാസത്തോടെ മുന്നോട്ട് കാല് വെച്ചത്. അബ്രഹാം വിട്ടിറങ്ങുവാൻ കാരണം എന്താ? അബ്രഹാമിന്റെ ദൈവം പറയുന്നു, സ്വജനത്തെ വിട്, ചാർച്ചക്കാരെ വിട്, മൃദുമാനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം. എന്തുകൊണ്ട് അബ്രഹാം അനുസരിച്ചു? രണ്ടാം വാക്യം വായിച്ചു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ ആരാക്കും? ഇതെന്താ അബ്രഹാമിനെ വശീകരിക്കുന്ന ഒരു വാക്കാ. ഞാൻ നിന്നെ ആരാക്കും? നമുക്ക് എന്താ? നമുക്ക് രണ്ടാം വാക്യം മതി. ഏത്? ഞാൻ നിന്നെ വാലല്ല തലയാക്കും അല്ലേ? ഞാൻ നിന്നെ വലിയാക്കും. പക്ഷെ അതിന്റെ മുമ്പിലുള്ള വാക്യം കേൾക്കണം. എന്ത് ചെയ്യണം? വിട്ടൊന്ന് സ്വജനത്തെ വിടണം, ചാർച്ചക്കാരെ വിടണം, മൃദുവാനത്തെ വിടണം, നാട്ടുകാരെയും വീട്ടുകാരെയും സ്വോത്ര പിതാക്കന്മാരുടെ കല്ലറയൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നാൽ അവിടെ തന്നെ കിടക്കാം. സ്വോത്ര സ്വർഗീയവനായി ചെല്ലുവാനായിട്ടൊക്കത്തില്ല. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശത്ത് ആ സ്വർഗീയവനാൻ അവകാശമാക്കണമെങ്കിൽ വിടേണ്ട കാര്യം പൂർണ്ണമായിട്ട് വിടണം. വിട്ടിറങ്ങണം. ഒരുപക്ഷെ നമ്മളെ പുറകോട്ട് വരിക്കുന്ന ഒത്തിരി ശക്തികൾ കണ്ടെന്ന് വരാം. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കി മുമ്പോട്ട് കാലു വെച്ചാൽ ദൈവത്തിനെ മാറിപ്പാൻ ദൈവം പറയുക, സ്വജനത്തെ വിട്ട, ചാർച്ചക്കാരെ വിട്ട്, മൃദുവനത്തെ വിട്ട് ഇറങ്ങി തിരിച്ചാൽ ഞാൻ നിന്നെ ആരാക്കും? ഒരു ജാതിയാക്കും. അടുത്ത വാക്യം വായിച്ചു. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേരെന്താക്കും? നിന്റെ പേര് ഞാൻ വലുതാക്കും. അടുത്തത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ആരായിരിക്കും? നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല ജാതികൾ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, ആ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, ഇതെല്ലാം അബ്രഹാമിനെ എന്ത് ചെയ്യുന്ന വാക്കുകളാ? വശീകരിക്കുന്ന വാക്കുകളാ. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ പറയാം സ്തോത്രം, ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് മുമ്പോട്ട് കാല് വയ്ക്കുന്നവർക്കാണ് ഈ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അബ്രഹാമിനെ എന്ത് ചെയ്തു? ഈ വാക്കുകളെല്ലാം എന്ത് ചെയ്തു? വശീകരിച്ചു. അബ്രഹാം മുമ്പോട്ട് ഇറങ്ങുവാൻ കാരണം എന്താ? ഞാൻ ഇറങ്ങിത്തിരിച്ചാൽ, സ്വജനത്തെ വിട്ടാൽ, മൃദുമാനത്തെ വിട്ടാൽ, ചാർച്ചക്കാരെ വിട്ട് മുമ്പോട്ട് ഇറങ്ങിത്തിരിച്ചാൽ സ്തോത്രം, എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ശബ്ദം കേട്ട് അബ്രഹാം ഇറങ്ങി തിരിച്ചത് കൊണ്ട് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഞാൻ പറയാ, അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമില്ല, ദൈവം അബ്രഹാം നിറവേറ്റുവാൻ കൊണ്ട് പഴയ ഇസ്രായേലിനെ ദൈവം എന്ത് ചെയ്തു? വശീകരിച്ചു. അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? വശീകരിച്ച് മുമ്പോട്ട് ഇറങ്ങി. നമ്മെ എങ്ങനെയാ ദൈവം വശീകരിച്ചത്? നമ്മൾ ഇറങ്ങാൻ കാരണം എന്താ? സ്തോത്രം. എന്താ ഇറങ്ങാൻ കാരണം? ആവർത്തന പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഓർപ്പിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 വാക്യമായി. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട്. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് എങ്ങനെ കേൾക്കണം? ശ്രദ്ധയോടെ കേൾക്കണം. എങ്ങനെയെങ്കിലും കേട്ടാ പോരാ, എങ്ങനെ കേൾക്കണം? എപ്പോഴും ദൈവം കേൾക്കുമ്പോൾ എങ്ങനെ കേൾക്കണം? അതുകൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ട കേട്ടവചനം അധിക ശ്രദ്ധയോടെ. അപ്പൊ ദൈവത്തിന് എത്ര പ്രാധാന്യമുള്ളത്! അധിക ശ്രദ്ധയോടെ കേൾക്കണം. ദൈവത്തിന്റെ വചനം എങ്ങനെ കേൾക്കണം? വായിച്ചേ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വ ജാതികൾക്കും മീതെ ആരാക്കും? ഉന്നതമാക്കും. സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചാൽ യഹോവ നിന്നെ സർവ്വജാതിക്ക് മീതെ ഉന്നതമാക്കും. ഇതെന്ത് ചെയ്യുന്ന വാക്കാ? നമ്മളെ വശീകരിക്കുന്ന വാക്ക്. ഇനി 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതെല്ലാം ദൈവമക്കളെ വശീകരിക്കുന്ന വാക്ക്. എത്ര വാക്യം വായിച്ച്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഏത് പട്ടണത്തിൽ പോയാലും നീ എന്ത് ചെയ്യും? ആരോടുള്ള വാഗ്ദത്തമാ? ദൈവമക്കളോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാ, നമ്മെ വശീകരിക്കുന്ന വാക്കുകളാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിച്ചുകൊണ്ട് സേവിക്കാൻ മുമ്പോട്ട് കാല് വെച്ചാൽ, ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കുമെന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുകയാണ്. പട്ടണത്തിൽ നീ എന്ത് ചെയ്യും? അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കാൻ ദൈവമക്കൾ മുമ്പോട്ട് പോയാൽ അവൻ ഏത് പട്ടണത്തിൽ നിന്നാലും അവരെ അനുഗ്രഹിക്കും ദൈവം. പ്രൈസ് ദി ലോർഡ്. അടുത്തത്
വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. അകത്തു വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുൻപിൽ തോൽക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുമ്പിൽ നോടിപ്പോകും. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ വഴികളിൽ നടന്നു തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. ഇത് തലയെ കൈവച്ചെന്ന് പറഞ്ഞിരുന്ന എല്ലാരും എന്ത് ചെയ്തേ? നേറ്റെടുത്ത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. സ്തോത്രം. ഇല്ല, ഈ വാക്യത്തിന് കൈവച്ച ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ ദൈവം നമ്മെ വാലല്ല തലയാക്കും. ദൈവമക്കളെ നാം വാലായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം എവിടെ ചെന്നാലും തല തന്നെ ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർ 1ാം സ്ഥാനത്ത് വരണം. ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ 1ാം സ്ഥാനത്ത് വരണം. എവിടെയായിരുന്നാലും 1ാം സ്ഥാനത്ത് എത്തിക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ വാലല്ല ആരാക്കും, തലയാക്കും. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളൊക്കെ നമ്മെ എന്ത് ചെയ്യുന്നതാ? വശീകരിക്കുന്ന വാക്കുകളാ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിന്റെ വാഗ്ദത്തം വശീകരിക്കുന്ന വാക്ക് കേട്ട് നാം മുമ്പോട്ട് കാല് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവളെ എന്ത് ചെയ്യും? ഞാൻ അവളെ വശീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകും? ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസം. കൊണ്ടുപോകുന്നത് എങ്ങോട്ടാ? മരുഭൂമിയില്ല. സ്തോത്രം. നമുക്കറിയാം മരുഭൂമിയുടെ അനുഭവം, ചൂടേറിയ അനുഭവം, വെള്ളമില്ലാത്ത അനുഭവം, ഉഷ്ണത്തിന്റെ അനുഭവം. സ്തോത്രം. പക്ഷെ ആളുകളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ട്? മരുഭൂമിയിൽ. ഗൾഫ് നാടുകളെല്ലാം എന്താ? മരുഭൂമിയാ. പിന്നെന്താ അങ്ങോട്ട് ആളുകൾ പോകുന്നത്? ഞാൻ പറയാം, മരുഭൂമിയാണെങ്കിലും അവിടെ വശീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളൊക്കെ ഗൾഫിൽ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും, അവിടുന്ന് ഒരു സാരി മേടിച്ചോണ്ട് വരണം. തിരുവനന്തപുരത്ത് അവിടെമാരുടെ രാമേന്ദ്ര ഉണ്ട്, ജയലക്ഷ്മി ഉണ്ട്, പോത്തീസ് ഉണ്ട്. 100 രൂപ കൊടുത്താൽ നല്ല സൂപ്പർ സാരി കിട്ടും. അവിടുത്തെ 100 രൂപയുടെ സാരി അവർക്ക് വേണ്ട, വിലയില്ല. സ്തോത്രം. എന്ത് മതി? ഗൾഫിലെ ഫോറിൻ സാരി. സ്തോത്രം. അവിടുത്തെ സ്പ്രേ, സ്തോത്രം. അവിടുത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നതാ? ആളുകൾ വശീകരിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ എങ്ങോട്ട് പോകുന്നത്? മരുഭൂമിയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നത്. മരുഭൂമിയിലെ എണ്ണപ്പാടങ്ങൾ ഇതൊക്കെ എന്ത് ചെയ്യുക? ആളുകളെ വശീകരിക്കുന്ന. ഞാൻ ചിന്തിക്കുന്നത് ദൈവമേ, മാർച്ച് പെട്ടെന്നൊന്നും വന്നിരുന്നില്ല, എനിക്ക് പെട്ടെന്ന് നാട്ടിൽ പോയായിരുന്നു. നിങ്ങളൊക്കെ ഈ തണുപ്പ് സഹിച്ചിരിക്കുമ്പോൾ എനിക്ക് വല്ല വിഷമം തോന്നുന്നു. പിന്നെ എന്റെ ഹൃദയത്തിനകത്തൊരാശ, ഇവിടെ വശീകരിക്കുന്ന പലതൊക്കെ അല്ലേ, നമ്മളെ വശീകരിക്കുന്ന പല കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആ സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? എത്ര ത്യാഗം സഹിച്ച് നമ്മളിവിടെ നിൽക്കുന്നത്. സ്തോത്രം. ദൈവം നമ്മെ എന്ത് ചെയ്യുന്ന ദൈവമാ? വശീകരിക്കുന്ന ദൈവമാ. സ്തോത്രം. ദൈവം നമ്മെ വശീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകും? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറയാ, മരുഭൂമിയുടെ അനുഭവം ദൈവം തരുന്നതിന് ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് വലിയ പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം തന്ന് ദൈവം നമ്മെ ഇറക്കുന്ന ദൈവമാണ്. ഒരുപക്ഷെ മരുഭൂമിയെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. മരുഭൂമിയിലും ദൈവത്തിന് വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവളെ വശീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകും? മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ചൂടേറിയ അനുഭവം, ഉഷ്ണത്തിന്റെ അനുഭവം, കഷ്ടതയുടെ അനുഭവം, രോഗത്തിന്റെ അനുഭവം, നിന്ദയുടെയും പരിഹാസത്തിന്റെ അനുഭവം, ഒറ്റപ്പെടലിന്റെ അനുഭവം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വളർന്നു വന്നെന്ന് വരാം. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, മരുഭൂമിയിലും മേശയൊരുക്കുവാൻ നമ്മുടെ ശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആഹാരോട് ചോദിച്ചാൽ ആഹാരം പറയും. സ്തോത്രം. വറ്റിപ്പോകാത്ത ഉറവ കാണുവാൻ കഴിഞ്ഞു എവിടെ വെച്ചാ? അവളും ബാലിനെയും കരഞ്ഞു. ദൈവം ബാലിന്റെ നിലവിളി എന്ത് ചെയ്തു? ആഹാറിന്റെ നിലവിളി എന്ത് ചെയ്തില്ല? കേട്ടോ? സ്തോത്രം. എന്തുകൊണ്ടാ കേൾക്കാതിരുന്നത്? ദൈവം എഴുതിയിരിക്കുന്ന ബാലിന്റെ നിലവിളി കേട്ടത്. ദൈവത്തിന്റെ വാഗ്ദത്തം ആർക്കുണ്ടായിരുന്നു? ആഹാറിനുണ്ടായിരുന്നു. എന്താ? ശൂരിന് പോകുന്ന മരുഭൂമിയിൽ വെച്ച് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൂതൻ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ കുഞ്ഞിട്ട് ഞാൻ അവരെ ആരാക്കും? വലിയൊരു ജാതിയാക്കും. സ്തോത്രം. കുഞ്ഞു ജനിച്ചു. ചില ദിവസം കഴിഞ്ഞപ്പോൾ സ്തോത്രം
അബ്രഹാം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു തുരുത്തി വെള്ളവും കുറച്ച് അടയും കൊടുത്തിട്ട് മരുഭൂമിയിലേക്ക് വിട്ടുകളഞ്ഞു. സ്തോത്രം. തുരുത്തിലെ വെള്ളം തീർന്നു, കയ്യിലുണ്ടായിരുന്ന അടയും തീർന്നിട്ട് ആ മാതാവ് കുഞ്ഞിനെ എന്ത് ചെയ്തു? ഒരു കുറുങ്കാട്ടിൻ തൽ കൊണ്ടിട്ടിട്ട് ഒരു അമ്പിമ്പാട് ദൂരം മാറിയിരുന്ന് കരയാൻ തുടങ്ങി. എന്താ കരയുന്നത്? ഈ കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട, ഈ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അമ്മ എന്ത് ചെയ്യുക? നിലവിളിച്ച് കരയുക. ആര് പറഞ്ഞു കുഞ്ഞ് മരിക്കുമെന്ന്? അമ്മയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? കുഞ്ഞിനെ ഞാൻ ആരാക്കും? വലിയൊരു ജാതിയാക്കുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? കുഞ്ഞിന്റെ മരണം എനിക്ക് കാണണ്ട. ദൈവം ആറ് നിലവിളി കേട്ടു? ബാലന്റെ നിലവിളി കേട്ടു. ഞാൻ പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കൾ വാഗ്ദത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനയ്ക്ക് പലപ്പോഴും മറുപടി കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വാഗ്ദത്തങ്ങൾ ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ഈ കുഞ്ഞ് മരിക്കത്തില്ല, ഞാൻ ആ കുഞ്ഞിനെ വലിയൊരു ജാതിയാക്കാൻ പോവുകയാണ്. നിലവിളി കേട്ടു. ആകാറിന്റെ കണ്ണ് എന്ത് ചെയ്തു? തുറന്നു. കുറവ കണ്ടു. അവൾ എന്ത് ചെയ്തു? താങ്ങി എഴുന്നേൽപ്പിച്ച് കുഞ്ഞിനെ കുടിപ്പിച്ചു. അവൻ വില്ലാളിയായി തീർന്നതായി കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ പറ്റിപ്പോകാത്ത ഉറവ കാണുവാൻ വേണ്ടിയാണ് ദൈവം ആരെ അയച്ചത്? ആകാറിന്റെ മരുഭൂമി. ഞാൻ പറയാം, ദൈവമക്കളെ മരുഭൂമിയിൽ വരുമ്പോൾ ഭാരപ്പെടരുത്, വെറുതെറുക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. ചില ഉറവ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. പറ്റിപ്പോകാത്ത ചില നന്മകൾ, പറ്റിപ്പോകാത്ത ചില അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എവിടെയെന്ന് അറിയാമോ? മരുഭൂമിയിലാണ്. പക്ഷെ മാനുഷികമായി നമുക്ക് നോക്കുമ്പോൾ മരുഭൂമിയാണല്ലോ. എങ്ങനെയാ വെള്ളം കിട്ടുന്നത്? എന്തായിത്തീരുന്നിടത്ത് ഭാരപ്പെടേണ്ട. മരുഭൂമിയിൽ പറ്റാത്ത ഉറവ് തുറക്കുവാൻ നമ്മുടെ ദൈവശക്തനായ ദൈവമാണ്. സ്തോത്രം. യാക്കോബോട് ചോദിച്ചാൽ യാക്കോബിന് പറയാൻ സാധിക്കും, എനിക്ക് ദൈവമായിട്ട് ശരിയായി ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞത് എന്റെ മരുഭൂമിയുടെ അനുഭവത്തിലാണ്. ഈ മരുഭൂമി ഇല്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കുകയോ ദൈവത്തോട് വ്യക്തമായി വ്യക്തിപരമായി ബന്ധം പുലർത്തുവാൻ അവന് കഴിയില്ലായിരുന്നു. സ്തോത്രം. അബ്രഹാം യാക്കോബ് വീട്ടിലായിരിക്കുമ്പോൾ ദൈവമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം വീട് വിട്ട് എന്ത് ചെയ്തു? അവർ ഓടിപ്പോയി. ഒരു രാത്രി സൂര്യൻ അസ്തമിച്ചു. അവൻ ആ മരുഭൂമിയിൽ കിടന്നുറങ്ങി. ഒരു കല്ലെടുത്ത് തലയിണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അന്ന് രാത്രിയിലാണ് നമുക്കറിയാം ഭൂമിയിൽ നിന്ന് സ്വർഗത്തോട് എത്തുന്ന ഒരു ഗോവേണി. അതിൽ കൂടെ ദൈവദൂതന്മാർ എന്ത് ചെയ്യുക? ഏറിയിറങ്ങുക. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നുമല്ല. എത്ര ഭയങ്കരം! ദൈവത്തിന് വാഗ്ദത്തം കൊടുത്തു. ദൈവം സംസാരിക്കുക, ഞാൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ദൈവമാണ്. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ ദൈവം. അതൊരു അബ്രഹാമിന്റെ ദൈവത്തെ ഇസ്ഹാക്കിന്റെ ദൈവത്തെയോ യാക്കോബിന് വ്യക്തിപരമായി അറിയാൻ സാധിച്ചിരുന്നില്ല. അന്ന് രാത്രിയില് യാക്കോബിന് ജീവനുള്ള ദൈവത്തെ കണ്ടുവിട്ടുവാൻ കൊണ്ട് ഇവിടെയായി തീർന്നു. ഞാൻ പറയാ, ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ ഒരുക്കുന്നത് കൊണ്ടാണ് ഈ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഒരിക്കലും നമ്മുടെ കഷ്ടത, നമ്മുടെ രോഗം, നമ്മുടെ മരുഭൂമി നമ്മുടെ ശത്രുവല്ല, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്ന സ്നേഹിതനാണ്. ദൈവമക്കൾക്ക് പറയാൻ സാധിക്കോ? ഈ കഷ്ടത വന്നതുകൊണ്ടാ എനിക്ക് ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്. ഈ ദുരിതം വന്നതുകൊണ്ടാ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്. ഈ രോഗം വന്നതുകൊണ്ടാ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും കൂടുതൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങളിലാണ്. എനിക്ക് പറയാൻ കഴിയും, എല്ലാ സുഖമായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കത്തില്ല, ദൈവത്തെ വിളിക്കത്തില്ല. എന്നാൽ ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ദൈവത്തോട് അടുക്കുന്നത്, ദൈവമേ എന്ന് വിളിച്ച് കരയുന്നത്. ആ മരുഭൂമി തന്നതുകൊണ്ടാ ദൈവമക്കളെ ഇന്നിവിടെ പായൽ ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നത്. ആ കഷ്ടത വന്നതുകൊണ്ട്, ആ പ്രതികൂലം വന്നതുകൊണ്ട്, ആ രോഗം വന്നതുകൊണ്ട്, ആ പ്രതിസന്ധി വന്നതുകൊണ്ട് നന്നായി. എനിക്ക് ജീവനുള്ള ദൈവത്തെ അറിയുവാൻ, അവനെ കണ്ടുമുട്ടുവാൻ, അവന്റെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത് എന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളിലാണ്. ഞാൻ മസ്കറ്റിൽ 10 വർഷം മുമ്പ് എത്തപ്പോൾ അവിടെ രാവിലെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ സ്നാനപ്പെട്ടു. കടലിൽ കൊണ്ട് അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി വെച്ചേക്ക്. ആ ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ അവിടെ കൊല്ലത്തുള്ളൊരു കപ്പിത്താൻ അദ്ദേഹം അവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദൈവാത്മാവ് പ്രവർത്തിച്ചു. ഞാൻ സ്നാനത്തിന്റെ ക്ലാസ് വീണ്ടും എടുത്ത് സന്ധ്യ ആകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കൊണ്ട് സ്നാനപ്പെടുത്തി. നാട്ടിലായിരുന്നെങ്കിൽ അദ്ദേഹം രക്ഷിക്കപ്പെടത്തുമില്ല, സ്നാനപ്പെടത്തില്ല. ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്നാൽ നന്നായി. കാരണം വീട്ടുകാരാണ് ദൈവഭാഗത്ത് വന്നിട്ടില്ല. ഞാൻ പറയാം, ദൈവം ചില മരുഭൂമിയിലേക്ക് അയക്കുന്നതിന് ദൈവത്തിന് പല ഉദ്ദേശമുണ്ട്. എത്രയോ പേര് ആ മരുഭൂമിയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടിട്ടുള്ളത്, സ്നാനപ്പെട്ടിട്ടുള്ളത്, കർത്താവിനെ കണ്ടുപിട്ടിട്ടുള്ളത്. നാട്ടിലെല്ലാം സുഖമായിരിക്കുമ്പോൾ എല്ലാവരും ഉള്ളപ്പോൾ കൂട്ടത്തിൽ പാടും വെള്ളത്തിൽ പോയിട്ട് ഇങ്ങനെയാണ് പോകും. വ്യക്തിപരമായ ദൈവത്തെ അറിയുന്നത് മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ ഓരോരുത്തരും ദൈവം ഓരോ സ്ഥാനത്താക്കുന്നതിന് ദൈവത്തിന് പ്ലാനുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഈ പട്ടണത്തിലെ ആളുകളുണ്ട്, അവരെ
കൊണ്ടുപോകും. നമുക്ക് ഏറ്റവും അധികം ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നത് നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങൾ, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ശബ്ദം. യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ. സ്തോത്രം. ഞാൻ പറയാ, നമുക്ക് ആ രോഗം വന്നത് കൊണ്ടല്ലേ, ആ പ്രതികൂലം വന്നത് കൊണ്ടല്ലേ, ആ പ്രതിസന്ധി വന്നത് കൊണ്ടല്ലേ നമ്മുടെ കർത്താവിനെ രുചിച്ചറിയുവാൻ കഴിയുന്നത്. പ്രൈസ്തലോ. അതുകൊണ്ട് പ്രതികൂലം പ്രതിസന്ധി വരുമ്പോൾ അതിനെ ശത്രുവായി കാണാതെ ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്ന ഒരു സ്നേഹിതനായിട്ട് മനസ്സിലാക്കണം. പ്രൈസ്തലോ. പറയാൻ കഴിയാ കഷ്ടത വന്ന നന്നായിരുന്നു, ചട്ടങ്ങൾ പ്രമാണിക്കുവാൻ ഞാൻ കഷ്ടതയില്ലാതെ എനിക്ക് ഗുണമായി. ഈ മരുഭൂമി വന്നാൽ നന്നായി, ഈ പ്രതികൂലം വന്നാൽ നന്നായി, ഈ പ്രതിസന്ധി വന്നാൽ നന്നായി. ഞാൻ അവളെ വശീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോകും? മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവളോട് എന്ത് ചെയ്യും? സംസാരിക്കും. നമുക്കറിയാം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി. സ്തോത്രം. അവര് ചെങ്കടൽ കിടന്ന് 3 ദിവസമായിട്ട് അവർക്ക് എന്തില്ല? വെള്ളം കിട്ടാനില്ല. സ്തോത്രം. നമുക്കറിയാം വെള്ളം കുടിക്കാതെ ഒരു ദിവസം നിൽക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. ആഹാരം കഴിക്കാതെ വേണമെങ്കിൽ നമുക്കറിയാമല്ലോ 7 ദിവസം, 21 ദിവസം, 40 ദിവസം വരെ ദൈവദാസന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരം പൂർണ്ണമായി വെടിഞ്ഞ് വെള്ളം മാത്രം കുടിച്ചോണ്ട്. പക്ഷെ വെള്ളം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതൊരു ബുദ്ധിമുട്ടാ. സ്തോത്രം. സ്ഥലം ഇടാ, സ്ഥലം മരുഭൂമിയാ. കുഞ്ഞുങ്ങളുടെ നാവൊക്കെ ഒരുപക്ഷെ വെണ്ട് കീറാൻ തുടങ്ങി കാണും, മാതാപിതാക്കന്മാരൊക്കെ കരഞ്ഞു കാണും, കുഞ്ഞുങ്ങളൊക്കെ നിലവിളിക്കാൻ തുടങ്ങി കാണും. അല്പദാഹത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടി. മരുഭൂമിയാ സ്ഥലം, വെള്ളമില്ല. സ്തോത്രം. വെള്ളത്തിന് വേണ്ടി അവർ എന്ത് ചെയ്തു? ആഗ്രഹിച്ചു. സ്തോത്രം. നോക്കിയപ്പോൾ വെള്ളം കണ്ടു. വെള്ളം എല്ലാവരും ഓടിച്ചെന്നു എന്ത് ചെയ്യാൻ തുടങ്ങി? കുടിക്കാൻ തുടങ്ങി. കുടിച്ചവരെല്ലാം എന്ത് ചെയ്യുക? സ്തോത്രം. കയ്പ. ചുരുക്കം പറഞ്ഞാൽ അവിടെ മരുഭൂമി യാത്ര കയ്പ്. കിട്ടിയ വെള്ളം എന്തായിരുന്നു? ആകപ്പാടെ എല്ലാം കയ്പ്. ഇറങ്ങി തിരിച്ചതിന് എന്തായി? സ്തോത്രം. ആകത്തായി ഇറങ്ങി തിരിച്ചതന്നെ കയ്പ. ആണോ? സ്തോത്രം. ഒരു കയ്പ. മരുഭൂമി യാത്ര കയ്പ. കിട്ടിയ വെള്ളം എന്താ? കയ്പ. സ്തോത്രം. ഞാൻ പറയാ, അവിടെ ദൈവത്തിന് വഴിയുണ്ട്, പ്രവർത്തിപ്പാൻ ദൈവത്തിന് വഴിയുണ്ട്. പ്രൈസലോ. അവര് വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു, വെള്ളം കൊടുത്തു. കിട്ടിയ വെള്ളം എന്തായിരുന്നു? കയ്പായിരുന്നു. ഞാൻ അനുഭവം വായിച്ചിട്ടുണ്ട്. ഒരിക്കൽ സ്തോത്രം ഒരു വീട്ടിലെ ധനികാരി വീട്ടിലെ ഒരു പെൺകുട്ടി, അവിടെ മാത്രം വിവാഹം നടക്കുന്നില്ല, കൂട്ടുകാരുടെ വിവാഹം എല്ലാം നടക്കും. ഇവിടെ മാത്രം പ്രായം ഇങ്ങനെ കൂടിക്കൂടി വരിക, പല ആലോചന വന്നിട്ട് നടക്കുന്നില്ല. ഒരു ദിവസം സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്നു. ആ പെൺകുട്ടിയെ വിവാഹത്തിന് വേണ്ടി ചോദിച്ചപ്പോൾ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. ആ വിവാഹം നടത്തിക്കൊടുത്തു. അന്ന് രാത്രിയിൽ ആ പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ അത്ര നല്ലതല്ല, ഇതിനു മുമ്പ് 3 പേരെ വിവാഹം കഴിച്ചതാണ്. അവള് പേടിച്ചു പോയി, ഭയന്നു പോയി. നോക്കി, എന്തിനു വേണ്ടി ആഗ്രഹിച്ചത്? വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചു. വിവാഹം നടന്നു. കിട്ടിയതോ? കയ്പിന്റെ അനുഭവം. സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ പേര് ഇങ്ങനെ കയ്പ് അനുഭവത്തിൽ കൂടെ പോകുന്നുണ്ട്. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത കയ്പ്. ജീവിതം മുഴുവൻ എന്ത് ചെയ്യുക? കഴിക്കുന്ന അനുഭവം. നോക്കി, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ആ വെള്ളമെല്ലാം അവർ തുപ്പിക്കളഞ്ഞു. മോശയുടെ നേരെ എന്ത് ചെയ്യാൻ തുടങ്ങി? റിവർക്കാൻ തുടങ്ങി. എത്ര പേരാ? ചില്ലറ ആളുകളാണോ? 20 ലക്ഷത്തിൽ പരം ആളുകൾ ആരോടുകൂടെ ഉണ്ട്? മോശയോടുകൂടെ ഉണ്ട്. 20 ലക്ഷത്തിൽ പരം ആളുകൾ ഒരാളോട് കുറുകുറുക്കി. ആരോടാ? മോശയോട്. ഇതിനെല്ലാം കാരണക്കാരനാരാ? സ്തോത്രം. നമ്മുടെ നാട്ടിൽ പറയാറുള്ളത് പോലെ ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും എല്ലാം കേടതിനാണ്. ഇലയ്ക്കാന്ന് പറഞ്ഞിട്ട് സ്തോത്രം. നോക്കി, മോശയുടെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറുക്കാൻ തുടങ്ങി, രാതി പറയാൻ തുടങ്ങി, അവരാതി പറയാൻ തുടങ്ങി. ഞാൻ പറയാം, മാരയുടെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അതിനുള്ള പരിഹാര മാർഗം എന്ന് പറയുന്നത് മരുഭൂമിയില് കൊല്ലുവാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ മരുഭൂമി കൊല്ലാനാണോ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് ആ മിശ്രയമായിരുന്നു നല്ലത്, അവിടെ ഞങ്ങൾ വിട്ടാ മതിയായിരുന്നു. സ്തോത്രം. മോശ എന്താ ചെയ്തത്? മോശ ദൈവത്തോടെ അപേക്ഷിക്കാൻ തുടങ്ങി. ജനങ്ങളെല്ലാം വിഷയം വന്നപ്പോൾ എന്ത് ചെയ്യുക? പിറുപിറുക്ക്. ഞാൻ പറയാം, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം എന്ന് പറയുന്ന പിറുപിറുപ്പല്ല. ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള പാപം എന്ന് പറയുന്നത് എന്താ? പിറുപിറുപ്പ്. എന്താ പിറുപിറുക്കുന്ന ആളുകൾ? സ്തോത്രം. ദൈവം കൊടുക്കുന്നതിലൊന്നും എന്തല്ല? സംതൃപ്തി. സ്തോത്രം. ഞാൻ പറയാ, ദൈവം നമ്മെ ഏത് സാഹചര്യത്തിലൂടെ നടത്തിയാലും നാം ദൈവത്തിന് സ്തോത്രം പറയാം. ആഗ്രഹം നല്ല നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് എന്ത് ചെയ്യാം? പ്രാർത്ഥിക്കാം, അറിയിക്കാം. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? പിറുപിറുക്കുവാൻ പാടില്ല. പിറുപിറുക്കരുത്. ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? ദൈവത്തോട് അവരാതി പറയാൻ തുടങ്ങി, പിറുപിറുക്കുവാൻ തുടങ്ങി. സ്തോത്രം. മോശ എന്ത് ചെയ്തറിയാമോ? ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങി. ഞാൻ പറയാം, നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം പിറുപിറുപ്പല്ല, ദൈവമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ആ ഭാഗത്ത് വായിച്ച പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ
ആ വേദഭാഗം പുറപ്പാട് 15-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടി ചൊല്ലിയതെന്നാൽ അല്ല 15-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. മാറയിലെ വെള്ളം കുടിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. മോശയുടെ നേരെ അവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പിറുപിറുക്കുവാൻ തുടങ്ങി. അടുത്തത്, അവൻ യഹോവയോട് അപേക്ഷിച്ചു. അവൻ യഹോവയോട് എന്ത് ചെയ്തു? അപേക്ഷിച്ചു. സ്തോത്രം. 20 ലക്ഷത്തിൽ പരം ആളുകൾ മോശയുടെ നേരെ പിറുപിറുക്കുമ്പോൾ സ്തോത്രം മോശ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ദൈവത്തോട് എന്ത് ചെയ്യുക? അപേക്ഷിക്കുക. മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അടുത്തത്, യഹോവ അവനൊരു വൃക്ഷം എന്ത് ചെയ്തു? ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കാണ് ദൈവം പരിഹാരമാർഗം കാണിച്ചു കൊടുക്കുന്നത്. പിറുപിറുക്കുന്നവർക്ക് പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവം കാണിച്ചു കൊടുക്കും. ഈ ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയില് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കാണിച്ചു കൊടുക്കും. ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? ഏത് വിഷയമാണ് നിന്നെ കൈപ്പിക്കുന്നത്? ഏത് വിഷയമാണ് നിന്നെ നിരാശപ്പെടുത്തുന്നത്? നീ പിറുപിറുക്കരുത്. ദൈവത്തോട് അപേക്ഷിച്ചാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ദൈവം കാണിച്ചു തരും. മോശയ്ക്ക് എന്ത് കാണിച്ചു കൊടുത്തു? ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഞാൻ പറയാ, 20 ലക്ഷത്തിൽ പരം ആളുകളുടെ നടുവിൽ എന്ത് നിപ്പുണ്ട്? ഈ വൃക്ഷം നിപ്പുണ്ട്. അവർക്ക് ആർക്ക് വൃക്ഷം കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ആർക്കാ കാണുവാൻ കഴിഞ്ഞില്ല? നിന്റെ വശത്ത് എത്ര പേരുണ്ടെങ്കിലും അവർക്ക് കാണാൻ കഴിയാത്ത പ്രശ്ന പരിഹാരം ദൈവം നിന്നെ കാണിക്കും. പ്രാർത്ഥിച്ച മോശയ്ക്ക് ദൈവം എന്ത് കാണിച്ചു? ഒരു വൃക്ഷം ദൈവം കാണിച്ചു കൊടുത്തു. പ്രാർത്ഥിക്കുന്ന നിനക്ക് പോകേണ്ട മാർഗം ദൈവം കാണിച്ചു. ഏത് വിഷയമാണ് നിന്നെ വേദനിപ്പിക്കുന്നത്? ഏത് വിഷയമാണ് നിന്നെ ഭാരപ്പെടുത്തുന്നത്? ഏത് വിഷയമാണ് നിന്നെ കൈപ്പിക്കുന്നത്? എന്താ നിന്റെ ആവശ്യം? പ്രാർത്ഥിക്കുന്ന നിനക്ക്, ദൈവത്തിലായിരിക്കുന്ന നിനക്ക് ദൈവം കാണിച്ചു തരും. വായിച്ചെടുത്തത്, അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ അവൻ അത് എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ആ വൃക്ഷം എവിടെ ഇട്ടു? വെള്ളത്തിലിട്ടു. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയാം, കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് ആരെ കൊണ്ടുവരണം? ഈ വൃക്ഷം ആരാന്നറിയാമോ? നമ്മുടെ കർത്താവ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ, ആ മരക്കുരിശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന വൃക്ഷമാണ് ആരെ? കർത്താവായ യേശു ക്രിസ്തു. ഇശായുടെ കുറ്റിയിൽ നിന്ന് മുളച്ച ഒരു മുളയാണ്, ഒരു തൈയാണ്, ഒരു വൃക്ഷമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ വൃക്ഷത്തെ ആർക്കും കാണുവാൻ സാധിച്ചില്ല. പ്രാർത്ഥിച്ച മോശയ്ക്ക് ദൈവം വൃക്ഷത്തെ കാണിച്ചു കൊടുത്തു. ആ വൃക്ഷം മോശ എവിടിട്ടു? വെള്ളത്തിലിട്ടു. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ പറയാം, നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് നമ്മുടെ കർത്താവിനെ നാം എന്ത് ചെയ്യണം? ഒന്ന് കൊണ്ടുവരണം. സ്തോത്രം. ഏത് വിഷയമാണ് നമ്മെ കൈപ്പിക്കുന്നത്? സ്തോത്രം. ഏത് പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്? നമ്മെ വേദനിപ്പിക്കുന്ന വിഷയം ഏതാ? നമ്മെ ഭാരപ്പെടുന്ന വിഷയം ഏതാ? നമ്മെ നിരാശപ്പെടുന്ന വിഷയം ഏതാ? നമ്മെ കൈപ്പിക്കുന്ന വിഷയം ഏതാ? ആ വിഷയത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ അവൻ കടന്നു വരിക തന്നെ ചെയ്യും. നമുക്കറിയാം, സ്തോത്രം, യേശുവിനെ ആരെല്ലാം ക്ഷണിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം യേശു പോയിട്ടുണ്ട്. സ്തോത്രം. കാനാവിലെ കല്യാണ വീട്ടിൽ യേശു കടന്നുപോയി. സ്തോത്രം. ആ വീട്ടുകാരെ കൈപ്പിച്ച വിഷയം എന്തായിരുന്നു? വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് എന്ത് ചെയ്തു? വീഞ്ഞ് തീർന്നു പോയി. നോക്കി, യേശുവിനെ ആ വീട്ടിൽ ക്ഷണിച്ചത് കൊണ്ട് ആ വീട്ടിലെ കയ്പ് യേശു മാറ്റി കൊടുത്തു. സ്തോത്രം. വീഞ്ഞ് കൂടിയാ കുഴപ്പം, വീഞ്ഞ് തീർന്നാലോ? സ്തോത്രം. വീഞ്ഞ് ഒത്തിരി ആയ ആളുകൾ എന്താ പറയും? അല്ലേലും ഈ വീട്ടുകാരാരാ? ഒരു ധാരാളിപ്പുകാരൻ. കണ്ടില്ല, ഇഷ്ടം പോലെ അങ്ങോട്ട് തീർന്നു പോലെ എന്താ പറയും? അല്ലെ, ഇതേപോലെ പിശുക്കര, ആർക്കൊന്നും കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് കല്യാണ സമയത്ത് സ്തോത്രം പ്രധാനപ്പെട്ട ഒരു വിഭവം തീർന്നു പോയി കഴിഞ്ഞാൽ ആ വീട്ടുകാരൻ എന്തെല്ലാം അപമാനം കേൾക്കേണ്ടി വരും, എന്തെല്ലാം നിന്ദ പരിഹാസം കേൾക്കേണ്ടി വരും. സ്തോത്രം. ആ അദ്ദേഹത്തിന്റെ ഹൃദയം വളരെ വേദനിച്ച് കാണും. പ്രധാനപ്പെട്ട വിഭവം തീർന്നു പോയിരിക്കുക. സ്തോത്രം. എന്നാൽ യേശുവിനെ ആ വീട്ടിൽ ക്ഷണിച്ചത് കൊണ്ട് ആ വീടിന്റെ കയ്പിനെ യേശു മാറ്റിക്കൊടുത്തു. ദേശത്ത് അപമാനിക്കപ്പെടേണ്ട സ്ഥാനത്ത്, നിന്ദാവിഷയമായി തീരേണ്ട സ്ഥാനത്ത് എന്റെ യേശുവിടെ വന്നതുകൊണ്ട് ആ കുടുംബത്തിന്റെ അപമാനം മാറി, അവിടെ കുറവ് പരിഹരിക്കപ്പെട്ടു, ആ കുടുംബത്തിന്റെ നിന്ദ മാറി. യേശുവിനെ നിന്റെ പ്രശ്നങ്ങളിലേക്ക്, നിന്റെ രോഗത്തിലേക്ക്, നിന്നെ വേദനിപ്പിക്കുന്ന വിഷയത്തിലേക്ക് കൊണ്ടുവന്നാൽ നിന്റെ പരിഹാരം യേശുവിന് വരുത്തുവാൻ കഴിയും.
കയ്പിക്കുന്ന വിഷയം ഏതാണോ ആ വിഷയത്തിലേക്ക് യേശുവിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. നമുക്കറിയാം യായിറോസിന്റെ മകൾ എന്ത് ചെയ്തു? യേശുവിനെ എന്ത് ചെയ്തു? യേശുവിനെ കൊണ്ടുവന്നു. യേശു ആ വീട്ടിൽ വന്നിട്ട് സ്തോത്രം അവരെ വീട്ടിലുള്ളവരെല്ലാം എന്ത് ചെയ്തു? പുറത്താക്കി. യേശു ചിലർ മാത്രം ശേഷിച്ചു. സ്തോത്രം. യേശു പറഞ്ഞു ബാല എന്ത് ചെയ്യാ? ഞാൻ അവനെ എന്ത് ചെയ്യാൻ പോവാ? ജപിക്കാൻ പോവാ. നോക്കി ആ വീടിന്റെ കയ്പിനെ മാറ്റിക്കൊടുത്ത് ആരെന്നറിയാമോ? യേശുവാ. ദൈവമക്കളെ, യേശുവിനെ നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നാം കൊണ്ടുവരണം. സ്തോത്രം. നൈലെ വിധയുടെ മകൻ ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ. സ്തോത്രം. യേശു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ആ വിധവയുടെ കൈപ്പിനെ യേശു മധുരമാക്കി മാറ്റുവാനിടയായിത്തീർന്നു. മാർത്തയുടെയും മറിയയുടെയും ഭവനം വിലാപ ഭവനമാ, ദുഃഖത്തിന്റെ ഭവനമാ. ഏക ആശ്രയമായിരുന്നു ലാസർ എന്ത് ചെയ്തു? ലാസർ മരിച്ചുപോയി. യേശു അവിടെ വന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ വീടിന്റെ കയ്പിനെ യേശു മാറ്റിക്കൊടുത്തു. ഇന്ന് രാത്രി ഞാൻ ധൂർപ്പിക്കട്ടെ, നിന്റെ ഹൃദയത്തെ കയ്പിക്കുന്ന വേദനിപ്പിക്കുന്ന ഏത് വലിയ പ്രശ്നമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും അവനോടൊന്ന് തുറന്നു പറ. അവൻ നിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിന്റെ കയ്പിനെ അവൻ മാറ്റുവാൻ നമ്മുടെ കയ്പിനെ മധുരമാക്കുന്ന ദൈവം കാണിച്ചു കൊടുത്ത വൃക്ഷം എവിടെ ഇട്ടു? വെള്ളത്തിൽ. നമ്മുടെ പ്രശ്നത്തിനെല്ലാം പരിഹാരം ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വിഷയത്തിനെല്ലാം പരിഹാരം എന്ന് പറയുന്നത് ആ കാൽവരി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുവാണ്. യേശുവിനെ നമ്മുടെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് എപ്പോഴും നാം എന്ത് ചെയ്യണം? ഒന്ന് കൊണ്ടുവരണം. സ്തോത്രം. നമ്മുടെ കർത്താവ് ആ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കത്തില്ല. നമുക്കറിയാം വൃക്ഷത്തിന്റെ കൊമ്പെടുത്ത് എന്ത് ചെയ്തു? വെള്ളത്തിലിട്ടപ്പോൾ എന്ത് സംഭവിച്ചതറിയോ? രണ്ട് കാര്യം സംഭവിച്ചു. രണ്ട് കാര്യം. ഒന്ന് ഞാൻ പറയാം. ഈ വൃക്ഷത്തിലുള്ള വൃക്ഷം എന്ത് ചെയ്തറിയാമോ? വൃക്ഷത്തിലുള്ള മധുരം മുഴുവൻ ഈ വെള്ളത്തിൽ അങ്ങ് ലയിച്ചു. സ്തോത്രം. പകരം ആ വെള്ളത്തിലുള്ള കയ്പ് മുഴുവൻ ഈ വൃക്ഷം എന്ത് ചെയ്തു? വലിച്ചെടുത്തു. ഒരു സ്പോഞ്ച് വെള്ളത്തിലിടുമ്പോൾ വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ ആ വെള്ളത്തിൽ എന്തെല്ലാം കയ്പുണ്ടായിരുന്നോ അതെല്ലാം വൃക്ഷം എന്ത് ചെയ്തു? വലിച്ചെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, കാൽവരി നമുക്ക് വേണ്ടി കർത്താവ് യാഗമായി തീർന്നത് നമ്മുടെ കയ്പിനെ വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി എന്റെ കർത്താവ് അടി കൊണ്ടത്, എന്റെ കർത്താവ് ഉപദ്രവേച്ചത്, എന്റെ കർത്താവ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നിന്റെ ശാപം മാറ്റുവാൻ വേണ്ടിയാണ്, നിന്റെ കയ്പ് മാറ്റുവാൻ വേണ്ടിയാണ്, നിന്റെ രോഗം മാറ്റുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. നീ എന്ന കയ്പേറിയ അനുഭവത്തോട് മുമ്പോട്ട് പോകുവാനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ ദൈവത്തിന്റെ പൈതലെ, ഇന്ന് നിന്റെ ദൈവത്തെ കയ്പിക്കുന്ന ഏതൊരു വിഷയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ നിന്റെ കയ്പേറിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നീ തയ്യാറായോ? ഹല്ലേലൂയ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ എന്ത് ചെയ്തു? നമ്മുടെ വേദനകളെ എന്ത് ചെയ്തു? നമ്മുടെ കയ്പ് മുഴുവൻ ക്രൂശിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? വലിച്ചെടുത്തിരിക്കുക. ഇനി നമ്മുടെ കൈപ്പേറിയ അനുഭവത്തിൽ പോകണോ? ദൈവമക്കൾ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കണം, സംഗീതത്തോടെ അവനെ ആരാധിക്കണം, അവന്റെ
ദൈവസനി നൃത്തം ചെയ്ത് ഉല്ലസിക്കണം. ഇന്നും കൈപ്പേറിയ അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, യേശുവിനെ ഒന്ന് ക്ഷണിക്ക്. നിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിന് വ്യത്യാസം ഉണ്ടാകും, നിന്റെ തലമുറയ്ക്ക് വ്യത്യാസം ഉണ്ടാകും, നിന്റെ വിഷയത്തിന് വ്യത്യാസം ഉണ്ടാകും. നീ എന്നും കൈപ്പേറിയ അനുഭവത്തിൽ മുമ്പോട്ട് പോകേണ്ടവനല്ല. യേശു വന്നിടത്തൊക്കെ കൈപ്പിനെ മധുരമാക്കി മാറ്റിയിട്ടുണ്ട്. യേശു ഏതെല്ലാം വ്യക്തികൾ ചെന്നിട്ടുണ്ടോ ഇപ്പൊ വെള്ളം എന്തല്ല, ആ വൃക്ഷം വെള്ളത്തിൽ വീണ് കഴിഞ്ഞപ്പോഴത്തെ ആ വൃക്ഷം ആ വെള്ളത്തിലെ കയ്പെല്ലാം വലിച്ചിടും. ഇപ്പൊ വെള്ളം എന്തായി മാറി? സാധാരണ വെള്ളമാണോ? ഞാൻ പറയാ, ദൈവം തരുന്ന എല്ലാം മധുരമുള്ളതാണ്. ദൈവം തരുന്നതെല്ലാം ശ്രേഷ്ഠമേറും. ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത് അതിൽ ഏറ്റവും ശ്രേഷ്ഠം. എനിക്ക് ധൈര്യത്തിന് പറയാൻ കഴിയും. സ്തോത്രം. ഞാൻ വന്നപ്പോ ഓർപ്പിച്ചു, എന്റെ മാതാവ് ക്യാൻസർ രോഗിയായിരുന്നു, ഓപ്പറേഷൻ വിധേയപ്പെട്ട് കിടന്നതാ. ദൈവമക്കൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, ഒരു രോഗവുമില്ല, മരുന്ന് പോലും കഴിക്കുന്നു. ദൈവത്തിന് കിട്ടുന്ന മറുപടി നമ്മുടെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കുന്നതാ. നല്ലവൻ രുചിച്ചറിയണമെങ്കിൽ ഈ കയ്പിന്റെ അനുഭവം വരണം. ആ കയ്പിനെ മധുരമാക്കുവാൻ കഴിഞ്ഞ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്, ദൈവത്തെ സേവിക്കുന്നത്. മധുരവെള്ളമുള്ള ആരും ഇപ്പൊ കുടിക്കുക. അല്പസമയം മുമ്പേ വേണ്ടെന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞ വെള്ളമാണ്. സ്തോത്രം. ഇപ്പോഴെന്ത് ചെയ്യുക? ഏത് വിഷയമാണ് നിന്നെ കയ്പിക്കുന്നത്, ആ കയ്പിക്കുന്ന വിഷയത്തെ തന്നെ മധുരമാക്കാൻ ചെയ്യുന്നത്. ഭർത്താവാണോ നിന്നെ കയ്പിക്കുന്നത്? ജോലി വിഷയമാണോ കയ്പ്? തലമുറകളാണോ കയ്പ്? ഏത് വിഷയം നിന്നെ കയ്പിക്കുന്നത് അതിനെ തന്നെ മധുരമാക്കുവാൻ വിളിച്ചു പറയുകയാണ്. വിവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് സ്തോത്രം കൈപ്പിച്ച പല വിഷയങ്ങൾ ദൈവത്തിന് വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറയാ അതിനെല്ലാം ദൈവം മധുരമാക്കുന്നു. എന്ത് ചെയ്താൽ മതി? കൈപ്പിന്റെ അനുഭവങ്ങളിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നാൽ അവനെ ക്ഷണിച്ചാൽ മതി. അവൻ വന്നു കഴിഞ്ഞാൽ ആ കൈപ്പിന് മാറും. ദൈവം തരുന്ന മറുപടി ഏറ്റവും ശ്രേഷ്ഠമായ മറുപടി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചത് പറയത്തക്ക നിലയിൽ ദൈവത്തിന്റെ വിഷയത്തിന്മേൽ അത്ഭുതം കാണിക്കും. പോയിടത്തൊക്കെ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ എനിക്കത് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഞാൻ പോയ സഭകളിൽ വെളിപ്പെട്ടിട്ടുണ്ട്. വെറുതെ ഒരു ഭംഗി വാക്ക് പറഞ്ഞിട്ട് പോകുവാനല്ല വന്നത്. ഈ മധുരത്തിന്റെ ശക്തി സഭയിൽ ദൈവം വെളിപ്പെടുത്തും.
നമ്മുടെ മാറാ നീണ്ടു നിൽക്കുന്നത്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ അവളോട് എന്ത് ചെയ്യും? സംസാരിക്കും. ദൈവത്തിന്റെ ഹൃദയമായ ഇടപെടൽ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ മരുഭൂമിയുടെ അനുഭവമില്ല. അടുത്ത വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ അവർക്ക് പറഞ്ഞു അവസാനിപ്പിക്കാം. അവിടെ നിന്ന് ഞാൻ അവൾക്ക് എന്ത് കൊടുക്കും? മുന്തിരിത്തോട്ടം കൊടുക്കും. മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, മോശ ഇസ്രായേൽ കനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി അയച്ചപ്പോൾ അവർ എസ്കോൽ താഴ്വരയോട് ഇറങ്ങി ചെന്നിട്ട് ഒരു മുന്തിരിക്കൊല എന്ത് ചെയ്തു? പറിച്ചെടുത്തു. എങ്ങനെ ഉണ്ടെന്നറിയാവോ? ഒരു മുന്തിരിക്കൊല എങ്ങനെ കൊണ്ടുവന്നത്? രണ്ടുപേര് തണ്ട് കെട്ടി ചുമന്നോണ്ടാവുന്നത്. എന്താ കൊണ്ടുവന്നത്? ഒരു മുന്തിരിക്കൊല. സ്തോത്രം. ദൈവം നമുക്ക് തരുന്ന ഒരു മുന്തിരിക്കൊലയല്ല, ഒരു മുന്തിരിത്തോട്ടം. മരുഭൂമിയുടെ അപ്പുറത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം ചെറുതല്ല, വലിയൊരു അനുഗ്രഹം ഒരുക്കി വെച്ചിരിക്കുന്നത്. എത്രപേർക്ക് വിശ്വസിക്കാൻ കഴിയോ? എത്രപേർക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയോ? നീണ്ടു പോകത്തില്ല, നീണ്ടു പോകത്തില്ല, ഞെരുക്കം നീണ്ടു പോകത്തില്ല. മുന്തിരിത്തോട്ടം കൊടുക്കും. എല്ലാം ദൈവമക്കൾ അവകാശമായിട്ട് എടുക്കണം. അതൊരു പ്രസംഗം കേട്ട് പോകരുത്. ഈ വചനത്തിനകത്ത് ദൂത് എന്നോടാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് സംഭവിക്കുന്നത്. മുന്തിരിത്തോട്ടം കൊടുക്കും. അടുത്ത വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, പ്രത്യാശയുടെ വാതിലായ ആഹോർ താഴ്വര കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യാശയുടെ വാതിലായ ആഹോർ താഴ്വര. ഇത് എല്ലാവർക്കും എന്തല്ല? പ്രത്യാശയുടെ താഴ്വര അല്ല. സ്തോത്രം. എന്നാൽ ചിലർക്കൊക്കെ ഇത് എന്താ? പ്രത്യാശയുടെ താഴ്വര. ആഹാനോട് ചോദിച്ചാൽ ആഹാൻ പറയും, ഈ താഴ്വര എനിക്ക് എന്തല്ല? പ്രത്യാശയുടെ താഴ്വരയല്ല, നാശത്തിന്റെ താഴ്വരയാ. നമുക്കറിയാം, യഹോവയിലുള്ളവരൊക്കെ നീ എന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ? യഹോവയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുക. സ്തോത്രം. ആഹാൻ എന്ത് ചെയ്തു? അതിലെ ചില സാധനങ്ങൾ എടുത്ത് മാറ്റിവെച്ചു. നോക്കി, ഇസ്രായേലിന്റെ തോൽവിക്ക് എല്ലാം കാരണം എന്താ? ഒരാഹാരം. നമുക്കറിയാം, കുലകുലവുമായിട്ട് കുടുംബകുടുംബമായിട്ട് ആളാമ്പ്രതിയായിട്ട് എന്ത് ചെയ്തു? ചീട്ടിട്ടു. ഒടുവിൽ ചീട്ട് ആടമേൽ വീണു, ആഹാന്റെ മേൽ. ആഹാനെ എല്ലാരും കൂടെ സ്തോത്രം പാട്ടുപാടി എങ്ങോട്ട് കൊണ്ടുപോവാ? ആഹോർ താഴ്വരയിലേക്ക്. എന്തിനാ കൊണ്ടുപോകുന്നത്? സ്തോത്രം. ജനങ്ങളെല്ലാവരും എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്നു. ഒരു കൽക്കുമ്പാരം അവന്റെ മേൽ കൂട്ടി. ആഹാട് ചോദിച്ചാൽ പറയും, ഇതെനിക്ക് നാശത്തിന്റെ താഴ്വരയാ, ഇതെനിക്ക് തോൽവിയുടെ താഴ്വരയാ, ഇതെനിക്ക് പരാജയത്തിന്റെ താഴ്വരയാ. സ്തോത്രം. എന്നാൽ വേറൊരാൾ നോക്കി, സ്തേഫാനോസിനെ ആളുകളെല്ലാം എന്ത് ചെയ്യുക? ഒരു താഴ്വരെ കല്ലെറിയുക. കല്ലെറിയുമ്പോൾ സ്തേഫാനോസ് എന്താ കണ്ടെന്നറിയാമോ? പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു തന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ഓരോ കല്ല് വന്ന് ശരീരത്തിൽ പതിയുമ്പോൾ സ്തേഫാനോസിന്റെ മുഖം സൂര്യശക്തിയോട് പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം ശോഭിച്ചുകൊണ്ടിരിക്കുക. ഒരു ദൈവദൂതന്റെ മുഖം പോലെ ആയിക്കൊണ്ടിരിക്കുക. ജനങ്ങൾക്കെല്ലാം അതിശയം. മൂർത്ത കല്ലുകൾ ദേഹത്ത് വന്ന് പതിയുമ്പോഴും സ്തോത്രം, ഒരു ദൈവദൂതനെ പോലെ അവന് മുഖം പ്രശോഭിക്കുന്നു. അവന് കാണുവാൻ കഴിഞ്ഞ കാഴ്ച എന്താണെന്നറിയാമോ? പിതാവിന്റെ വലത്തുഭാഗത്തെ പുത്രൻ തന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തേഫാനോസിന് ഈ താഴ്വര നാശത്തിന്റെ താഴ്വരയല്ല, പരാജയത്തിന്റെ താഴ്വരയല്ല, ഇത് വിജയത്തിന്റെ താഴ്വരയാണ്, പ്രത്യാശയുടെ താഴ്വരയാണ്. നമ്മുടെ യാത്രയുടെ അന്ത്യത്തിൽ ഈ നമുക്ക് പ്രത്യാശയുടെ വാതിലാണ്. ഈ വാക്യം ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന് ഓടി വന്ന ഒരാശയം. ഞാൻ തിരുവല്ല നിർത്തുവാലേക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ഞാൻ ബസ്സിൽ ഇങ്ങനെ, എനിക്ക് സീറ്റ് കിട്ടിയില്ല, കമ്പിയെ തൂങ്ങി പിടിച്ച് കിടക്കുക. എന്റെ അടുക്കൽ ഒരു പോലീസുകാരൻ ഇരിക്കും, അതിന്റെ അപ്പുറം പോലീസുകാരൻ. ഇടയ്ക്കാരെന്നറിയാമോ? ഒരാളിരിക്കുന്നു, എന്റെ കയ്യെ വിലങ്ങും. അപ്പോൾ ഈ കള്ളന്റെ ഹൃദയത്തിൽ എന്താ? എന്റെ ദൈവം യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ യാത്ര അവസാനിച്ച് കഴിയുമ്പോൾ അവൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? ജയിലിലേക്ക്. ഇഷ്ടം പോലെ എന്ത് കിട്ടും? ഇടി കിട്ടും. പിന്നെ ഗോതമ്പുണ്ട്. എപ്പോഴാണ് നല്ല ആഹാരമാണെന്ന് പറയുന്നത്. ഞങ്ങളുടെ കിട്ടി 20 രൂപ കൊടുത്തു കഴിഞ്ഞാല് 5 ചപ്പാത്തിയും അതിൻ്റെ അകത്ത് ഒരു ചിക്കൻ കറി, വളരെ ലാഭമാണ്. ഇതൊക്കെ അവരവിടെ ഉണ്ടാക്കുന്നതാണ്. സ്തോത്രം. അപ്പോൾ ഈ കള്ളന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? ഈ യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സ്തോത്രം.
അവരാശ്വസിച്ച് അവിടെ ഇരിക്കുക. പക്ഷെ എന്റെ ഹൃദയത്തിനകത്തും എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിലും കമ്പിയെ തൂങ്ങി പിടിച്ച് കിടക്കുകയാണെങ്കിലും ദൈവം എനിക്ക് പെട്ടെന്ന് അങ്ങ് വീട്ടിൽ ചെന്നാ മതി. സ്തോത്രം. എന്നെ സ്വീകരിക്കാൻ ഭാര്യയുണ്ട്, 2 മക്കളുമുണ്ട്. എത്ര സന്തോഷമാണ്. സ്തോത്രം. നോക്കി ചിലരുടെ ചിന്ത എന്താണെന്നറിയാമോ? ദൈവമേ കർത്താവ് വരാതിരുന്നെങ്കിൽ. സ്തോത്രം. എന്നാ വിശ്വാസത്തോടെ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്കോ എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. അവിടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവമേ പാവലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതിലേക്ക് വന്നാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സേവിക്കുന്നവർക്ക്, വചനത്തിന്റെ വാസ്തവപ്രകാരം ജീവിക്കുന്നവർക്ക് ഈ താഴ്വര പ്രത്യാശയുടെ താഴ്വരയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പാപത്തോട് പാപം കൂട്ടി മുമ്പോട്ട് പോകുന്നവർക്ക് ഈ താഴ്വര നാശത്തിന്റെ താഴ്വരയാണ്, പരാജയത്തിന്റെ താഴ്വരയാണ്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നത് കൂടുതലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നത് കൂടുതലായി തീരുവാൻ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞാൻ അവൾക്ക് പ്രത്യാശയുടെ വാതിലായ ആഘോർത്താവിനെ കൊടുക്കും. അവിടെ അവൾ മിസ്രൈം വിട്ട നാൾ എന്ന പോലെ എന്ത് ചെയ്യും? വിധിയാവും. എന്ന് പറഞ്ഞാൽ എന്താ? മിസ്രൈം വിട്ട നാൾ എന്ന പോലെ വിധിയാവെന്ന് പറഞ്ഞാൽ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടായിരുന്നു, ആ സന്തോഷം അന്ന് ഉണ്ടാകുമെന്ന്. നമുക്കറിയാം ഇസ്രായേൽ മക്കൾ മിസ്രൈം വിട്ടപ്പോൾ എങ്ങനെയാ പുറപ്പെട്ടെന്നറിയാമോ? യുദ്ധ സന്നദ്ധരായിട്ടെന്ന സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട പറവോന് ഞാനിനി അടിമയല്ല, പരമസിയോൻ ഞാൻ ഇനി തുള്ളിച്ചാടിക്കൊണ്ട് അവർ യാത്ര ചെയ്യുക. ഞാൻ പറയാ ആ സന്തോഷാനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവമക്കളെ, ലോകം നമ്മെ നിന്ദിക്കുന്നെങ്കിലും പരിഹസിക്കുന്നെങ്കിലും നമ്മെ അംഗീകരിക്കുന്നില്ലെങ്കിലും നാം ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാന്മാർ. നമുക്ക് അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം ഒരു പാട്ടുപാടി നമ്മുടെ കർത്താവിനെ സന്തോഷത്തോടെ ആരാധിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രാർത്ഥന 3-ാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവോട് ഒന്നിനോട് സംസാരിച്ചിരിക്കുകയാണ്. ഈ വചന വിശ്വാസ യോഗ്യമായി നമ്മുടെ ഹൃദയത്തിൽ വരട്ടെ. പ്രൈസ് ദി ലോർഡ്.